തികച്ചും ഏകാഗ്രതയോടെ, വളരെ പ്രാർത്ഥനയോടെ, കർത്താവെ അരുളി ചെയ്യണമേ എന്ന സമർപ്പണത്തോടെ എല്ലാ പ്രിയപ്പെട്ടവരും കർത്തൃസന്നിധിയിലായിരിക്കണം. ഈ ദിവസങ്ങളിൽ ഇവിടെ ഒരാത്മീയ യുദ്ധം നടക്കുകയാണ്. ഇത് മതത്തിനെതിരായിട്ടോ സംഘടനകൾക്കെതിരായിട്ടോ നടത്തുന്ന യുദ്ധമല്ല. യേശുവിൻ്റെ ചോര കൊണ്ട് കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ സാത്താനോടും അവൻ്റെ സംഘത്തോടും നടത്തുന്ന യുദ്ധമാണ് ആത്മീയ ശുശ്രൂഷ. ഈ യുദ്ധം ഇന്ന് രാത്രി ഇവിടെ ജയിക്കണമെങ്കിൽ ആരാധന ഇന്ന് രാത്രി ഇവിടെ ഉയരണം. ഏലിയാവിൻ്റെ യാഗപീഠത്തിൻ്റെ ഭംഗി കൊണ്ടല്ല, അവിടെ കീറിയെടുക്കിയ വിറകിൻ്റെ സൗന്ദര്യം കൊണ്ടല്ല, അവിടെ കത്തിയ യാഗപീഠത്തിൻ്റെ മേൽ കത്തിയിറങ്ങിയ തീയുടെ മുൻപിലാണ് ബാലിൻ്റെ ശക്തികൾ മുഴങ്കാൽ മടക്കിയതെങ്കിൽ, ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കളുടെ ഹൃദയത്തിൻ്റെ യാഗപീഠത്തിൽ സ്വർഗത്തിൻ്റെ അഗ്നി കത്തിയാൽ തകരാത്ത ബന്ധനങ്ങളില്ല, മുറിയാത്ത കോട്ടകളില്ല. അത് ഏത് പ്രതിസന്ധികളുടെ നടുവിലും ദൈവപ്രവൃത്തി വ്യാപരിപ്പാൻ കൊതിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി കർത്താവിനോട് പറയണം, എൻ്റെ ഹൃദയത്തിൻ്റെ യാഗപീഠത്തിന്മേൽ അങ്ങയുടെ ആത്മാവിൻ്റെ തീ ഇറങ്ങുന്ന രാത്രിയാക്കണമേ എന്ന്. വളരെ ഗൗരവമായി നമ്മുടെ ജീവിതത്തെ നാം വിലയിരുത്തേണ്ട സമയമാണ് ഈ സമയം. 2021 നമ്മെ വിട്ട് പടികടന്നു പോകുവാൻ പരിമിതമായ ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുൻപിൽ അവശേഷിച്ചിട്ടുള്ളൂ. ചില ദിവസങ്ങൾ പിന്നിട്ട് കഴിയുമ്പോൾ 2021 മറവിയുടെ മാറാപ്പിലേക്ക് മാറും. 2022 അടയ്ക്കപ്പെട്ട ഒരു പുസ്തകം പോലെ നമ്മുടെ മുൻപിൽ ഇരിക്കുകയാണ്. ഇന്നത്തെ വാർത്തകൾ കുറച്ചുകൂടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ് മീഡിയകളിൽ നമുക്ക് ലഭ്യമാകുന്നത്. കോവിഡിൻ്റെ നിയന്ത്രണം ഒരു വിധത്തിൽ ശമിച്ചു വരുന്നു എന്നൊക്കെയുള്ള വാർത്ത ആശ്വാസകരമായിരിക്കുമ്പോൾ തന്നെ അടുത്ത വകഭേദത്തിൻ്റെ മനുഷ്യകുലത്തെ ഭയപ്പെടുത്തുന്ന വരവും അത് നമ്മുടെ നാട്ടിൽ അതിക്രമിച്ച് കടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യവുമൊക്കെ ഭയാശങ്കകൾ നിറയുന്നതാണ്. 2022 എന്തെല്ലാം പ്രതിസന്ധികൾ നമ്മുടെ മുൻപിലുണ്ട് നമുക്കറിയില്ല. ഞാൻ 2021 പിന്നിട്ട വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എൻ്റെ ആയുസ്സിൽ ശവസംസ്കാര ശുശ്രൂഷ നടത്തിയ വർഷമാണ് ഈ വർഷം. ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിനുള്ള ബന്ധത്തിൽ ഞങ്ങൾ കണക്കെടുത്തപ്പോൾ ചില വർഷങ്ങൾ കൊണ്ട് നടക്കേണ്ട ശവസംസ്കാര ശുശ്രൂഷകൾ ഈ ഒരു വർഷം കൊണ്ട് പിന്നിടുവാനായിട്ടിടയായി. ഇന്ന് പകലും ഒരു ശവസംസ്കാര ശുശ്രൂഷ നടത്തിയതിന് ശേഷമാണ് ഞാനിവിടെ എത്തിച്ചേർന്നത്. വാർദ്ധക്യത്തിൻ്റെ ബലഹീനതകൾ ബാധിച്ചവർ, വിവിധ പ്രതിസന്ധികളിൽ അവർ ലോകത്തോട് വിട പറയുന്നു. അങ്ങനെയെങ്കിൽ നാളെ നമുക്കിവിടെ എന്ത് സംഭവിക്കും? 2022 ഡിസംബർ മാസത്തിൻ്റെ ദിവസങ്ങൾ നാം പിന്നിട്ട് 2023 ചുവട് വയ്ക്കാൻ ഭാഗ്യമുണ്ടാകുമോ? ഒരു വസ്തുത ഉറപ്പാണ്, നാം ആരും നൂറ്റാണ്ടുകൾ നിൽക്കുന്ന കരിവേലകങ്ങളല്ല. നമ്മുടെ ഭിത്തിയിൽ തൂങ്ങിക്കിടക്കുന്ന ക്ലോക്കിന് അടിയിൽ ഒരു അടിക്കുറിപ്പ് കൊടുത്താൽ ക്ലോക്ക് നമ്മളോട് ഇങ്ങനെ പറയുന്നു, എൻ്റെ കറക്കം നിന്റെ ആയുസിൻ്റെ ചുരുക്കം. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കട്ടെ, എൻ്റെ കറക്കം നിന്റെ ആയുസിൻ്റെ ചുരുക്കം. ഇന്ന് രാത്രി ഈ ഗ്രൗണ്ട് വിട്ടു പോകുന്നതിന് മുൻപ് ഈ സൂം പ്ലാറ്റ്ഫോമിലും ഈ ഫേസ്ബുക്ക് ലൈവിലും ഈ യൂട്യൂബ് ചാനലിലുമൊക്കെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിത്യതയ്ക്ക് വേണ്ടി ഒരു പടി കൂടെ ഒരുങ്ങുന്ന രാത്രിയാകാൻ കൊതിക്കുന്ന എത്ര പേര് ഇവിടെയുണ്ട്? ഞാൻ ഓർക്കുകയാണ്, ഏറ്റവും വലിയ ജ്ഞാനത്തെക്കുറിച്ച് 90 സങ്കീർത്തനത്തിൽ ഒരു പരാമർശനമുണ്ട്. ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. 12ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചിരിക്കുന്നു, എന്താണ് ഏറ്റവും വലിയ ജ്ഞാനം? ചന്ദ്രബിംബത്തിൽ കാലുകുത്തി കാർ ഓടിക്കുന്നതല്ല ഏറ്റവും വലിയ ജ്ഞാനം. ഇവിടെ 4-5 ഡോക്ടറേറ്റുകളോ PhDകളോ എടുക്കുന്നതല്ല ഏറ്റവും വലിയ ജ്ഞാനം. ഏറ്റവും വലിയ ജ്ഞാനം നാളുകൾ എണ്ണുവാനുള്ള ജ്ഞാനമാണ്. നാളുകൾ എണ്ണുവാനുള്ള ജ്ഞാനം. ഇന്ന് രാവിലെയും പ്രഭാതത്തിൽ പ്രാർത്ഥനയിൽ മുട്ടിന്മേൽ നിൽക്കുമ്പോൾ എനിക്ക് ദൈവം ഈ ഭൂമിയിൽ നൽകിയ ആയുസിൻ്റെ ദിനങ്ങൾ എണ്ണിക്കൊണ്ട് സ്തോത്രം ചെയ്യാൻ ദൈവം എനിക്ക് അവസരം നൽകി. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ പൂർണ്ണമായി ജീവിച്ചാൽ തന്നെ എത്ര വർഷം ജീവിക്കും?
മോശയുടെ കണക്കുകൂട്ടലനുസരിച്ച് മരുഭൂമി യാത്രയിലുള്ള ജനത്തിന്റെ ആയുസിനെ വിലയിരുത്തിയപ്പോൾ മനുഷ്യന്റെ ആയുസ് 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. 80 ഗുണം 365 സമം 29,200 ദിവസം. 80 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഇരിക്കുന്നവർക്കും കഷ്ടം, നോക്കുന്നവർക്ക് അതിനെക്കാട്ടി കഷ്ടം. ദൈവം വെച്ചിരിക്കുന്ന ആയുസിന്റെ ദിവസങ്ങളിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോകാതെ ഇവിടെ തുടരുന്നതും, ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കുന്നതിന് മുൻപ് ഇവിടെ നിന്ന് പോകുന്നതും ഒരുപോലെ അപകടകരമാണ്. കരങ്ങളൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്യാമോ? ഞാൻ പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലായി എന്ന് അറിയില്ല. ഒരു വസ്തുത ഓർക്കുക, ഈ ഭൂമിയിലേക്ക് പിറന്നു വീണപ്പോൾ തന്നെ എന്നെക്കുറിച്ച് ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന ദിവ്യ പദ്ധതിയിൽ എനിക്ക് അനുവദിച്ചിരിക്കുന്ന ശുശ്രൂഷയുടെ കാലം പൂർത്തിയാക്കാതെ ഇവിടെ നിന്ന് പോകുന്നതും, ശുശ്രൂഷയുടെ കാലം പൂർത്തിയാക്കി കഴിഞ്ഞ് ഇവിടെ തുടരുന്നതും ഒരുപോലെ അപകടകരമാണ്. അങ്ങനെയാണെങ്കിൽ മനുഷ്യന്റെ ആരോഗ്യത്തോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചാൽ 80 വർഷം, 70, 80, 29,200 കൊല്ലമല്ല, 29,200 ദിവസം. അതിൽ 50 പിന്നിട്ടവരല്ലേ, അല്ലെങ്കിൽ 40 കഴിഞ്ഞവരല്ലേ, അല്ലേ 35 പിന്നിട്ടവരല്ലേ ഇവിടെ കടന്നു വന്നിരിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷം? അങ്ങനെയെങ്കിൽ നമ്മുടെ ആയുസ്സിൽ ഇനിയും എത്ര നാളുണ്ട് മുൻപോട്ടുള്ള യാത്രയ്ക്ക്? ഒരിക്കൽ ഒരു തലയോടിൻ്റെ മ്യൂസിയത്തിലിരിക്കുന്ന തലയോട് കണ്ടുകൊണ്ടൊരു ചിന്തകൻ അതിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് ചിന്തിക്കുകയാണ്. ആണായിരുന്നോ പെണ്ണായിരുന്നോ, കറുത്തതായിരുന്നോ വെളുത്തതായിരുന്നോ, ഏത് തറവാട്ടിൽ പിറന്നതായിരുന്നു? അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് പാടിപോൽ, തിലകം ചാർത്തി ചീകിയും അഴകായി പലനാൾ പോറ്റിയ പുണ്യ ശിരസേ, ഉലകം വെല്ലാൻ ഉഴറിയ നീയോ, വിലപിടിയാതൊരു തലയോടായോ. പ്രിയപ്പെട്ടവരെ, മൂക്കിൽ നിന്ന് ശ്വാസം അസ്തമിച്ചാൽ ദിവസങ്ങൾക്കുള്ളിൽ ഞാനും നിങ്ങളും ഇങ്ങനെ തന്നെയാകും. മേരി ജോൺ തോട്ടം കുറിച്ചതുപോലെ പടുക്കളെന്ന് പേരെടുത്ത പൂർവിക പ്രമാണികൾ കൊടുക്കമെന്ന് സംഭവിച്ചു കേട്ടുകേഴ്വിയില്ലയോ? പഠിച്ച വിദ്യ ഒന്നുമേ ഫലപ്പെടാതെ ദേഹിയെ പിരിഞ്ഞു പഞ്ചഭൂതമായി അഴുകി മാറി ജഡം ക്രമാൽ. ഒരു പരിപാടികളും വിജയിക്കാതെ മരണത്തിന്റെ മുൻപിൽ മനുഷ്യൻ ആയുധം വെച്ച് കീഴടങ്ങുമ്പോൾ, കൊറോണ അനേകരുടെ ജീവൻ എടുത്തപ്പോൾ, അനേകർ ഈ മണ്ണിലേക്ക് മടക്കയാത്ര നടത്തിയപ്പോൾ, ഈ 2021 ഡിസംബർ മാസത്തിൽ ഈ ആത്മീയ ശുശ്രൂഷയിൽ ദൈവം നമുക്ക് ഭാഗ്യകരമായി 2022 കാല് ചവിട്ടാൻ ഒരവസരം ഒരുക്കി തന്നത് എൻ്റെ കഴിവ് കൊണ്ടല്ല, ഞാൻ ധരിച്ച മാസ്കിന്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ രക്തത്തിലെ വൈറ്റമിൻ സിയുടെ കൂടുതൽ കൊണ്ടല്ല, ഞാൻ ഉപയോഗിച്ച ദൈവത്തിന് സ്തോത്രം അത് കയ്യിലെ സാനിറ്റൈസറിന്റെ പ്രത്യേകതയല്ല, എൻ്റെ ദൈവം എനിക്ക് സുരക്ഷിതത്വം നൽകിയതാണ് എന്ന ബോധ്യമുള്ള ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അല്പ മിനിറ്റുകൾ ശബ്ദം ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്തു തുടങ്ങാമോ? ശബ്ദം ഉയരട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. തട്ടിപ്പറിച്ചും വെട്ടിപ്പിടിച്ചും പറ്റിച്ചെടുത്തും ഒപ്പിച്ചെടുത്തുമൊക്കെ അനേകർ സുഖലോലുപതയിൽ കഴിയുമ്പോൾ ആയുസിന്റെ ദിനങ്ങളെ തിരുവെഴുത്തിന്റെ മുൻപിലിരുന്ന് ആത്മപരിശോധന ചെയ്യാൻ ദൈവം തന്നിരിക്കുന്ന ഈ വർഷാവസാന ഉപവാസ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിന്റെ ഭാഗ്യമാണ് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദമുയർത്തി കർത്താവിനോട് ഒരു നിമിഷം ഒന്ന് സംസാരിച്ചാട്ടെ. മേഘം പോലെ മൂടുന്ന ദൈവത്തിന്റെ തേജസ് ഈ ഗ്രൗണ്ടിന് മീതെ നിഴൽ മൂടി നിൽക്കുന്ന ഈ രാത്രി, അഭിഷേകത്തിന്റെ തൈല നദി ഇന്ന് രാത്രി ഇവിടെ ഒഴുകുന്ന രാത്രി, ചില വ്യക്തികളെ പണിതെടുക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ ക്രിയ നടത്തുന്ന ഈ രാത്രി, അഗ്നിസ്പർശനവുമായി ദൈവ തേജസ്സിന്റെ ആ അഗ്നിക്കട്ട ചില വ്യക്തികളുടെ നാവിന്മേൽ സ്പർശിക്കുന്ന ഒരു രാത്രിയായി രാത്രി തീരേണ്ടതിന് ആത്മനിയോഗത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. പുത്തൻ വർഷത്തിലേക്ക് ഒരു പുത്തൻ അഭിഷേകം എൻ്റെ ശിരസിന്മേൽ പകരണമേ എന്ന് നമുക്ക് ഒരുമിച്ച് കർത്താവിനോട് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാം. വളരെ പ്രാർത്ഥനയോടെ നമ്മൾ തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും വേദപുസ്തകം തുറക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം, അതിൻ്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. വളരെ പ്രാർത്ഥനയോടെ തികച്ചും ഏകാഗ്രതയോടെ
എന്നോടൊപ്പം നിങ്ങളും ആ ശ്രദ്ധേയമായ വേദഭാഗത്തിലേക്ക് ചിന്തയൂതുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഈ വേദഭാഗങ്ങളിൽ നിന്നുകൊണ്ട് മാനസാന്തരത്തിന് ദൈവം അനുവദിച്ച കരുണയിൻ കാലങ്ങളെ വിവേചിക്കുക എന്ന ഒരു ചിന്ത പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്തൃകൃപയിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നു. ശ്രദ്ധിക്കൂ, ഒരിക്കൽ കൂടെ ഞാൻ അതിൻ്റെ തലക്കെട്ട് പറയാം. മാനസാന്തരത്തിന് ദൈവം അനുവദിച്ച കരുണയിൻ കാലങ്ങളെ വിവേചിക്കുക. വായിച്ചാട്ടെ, ലൂക്കോസിന്റെ സുവിശേഷം 13-6 മുതൽ 9 വരെ. അവൻ ഈ ഉപമയും പറഞ്ഞു. ഏകാഗ്രതയോടെ, വളരെ ശ്രദ്ധയോടെ, ശാന്തമായി നിർത്തി ആ വേദഭാഗം വായിക്കുമ്പോൾ നിങ്ങളുടെ ചിന്ത അതിലേക്ക് ഊന്നുക. ലൂക്കോസ് 13-6 മുതൽ വായിച്ചാട്ടെ. അവൻ ഈ ഉപമയും പറഞ്ഞു. ഒരുത്തന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്നൊരു അത്തിവൃക്ഷമുണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട്, ഞാനിപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. അതിനെ വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിനെന്ന് പറഞ്ഞു. അതിന് അവൻ, കർത്താവേ, ഞാൻ അതിന് ചുറ്റും കളച്ച് വളമിടുവോളം ഈ ആണ്ട് കൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചെങ്കിലോ, ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് ഉത്തരം പറഞ്ഞു. നമുക്കെല്ലാവർക്കും തലകളെ വണക്കി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി വചനത്തിനായി ദൈവത്തിനൊന്ന് മഹത്വം അർപ്പിച്ചാട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയിൽ പോരാടിക്കാട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ ജീവന്റെ വചനം ഇന്ന് രാത്രിയിൽ അവിടുത്തെ മുറിവേറ്റ തങ്കക്കരങ്ങളിലെടുത്ത് ഞങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ ആത്മാവിൽ മുറിച്ചു വിളമ്പിത്തരണമേ. ഞങ്ങൾ പകർച്ചകളോടെ ഭവനങ്ങളിലേക്ക് മടങ്ങുന്ന മറക്കാൻ കഴിയാത്ത രാത്രിയാക്കണമേ. ദൈവാത്മാവതി ചെയ്യുവാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം, സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കാട്ടെ. ഈ വേദപുസ്തകത്തിനായി ഒരിക്കൽ കൂടെ നമുക്ക് ആ കരങ്ങളിൽ പുസ്തകമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം അർപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇതുമായി ദൈവസ്ഥലിൽ ഇരിപ്പാൻ ദൈവം നമുക്ക് അവസരം ലഭ്യമാക്കിയത് ജീവിതത്തിൻ്റെ ഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. ഫ്രാൻസിൽ തീവണ്ടി ഗതാഗതം വളരെ പ്രസക്തമായൊരു കാലഘട്ടത്തിൽ സ്തോത്രം, ആ ട്രെയിനിൽ ഒരു ശ്രദ്ധേയനായ ശാസ്ത്രജ്ഞൻ, ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം നോക്കിയപ്പോൾ ആ ട്രെയിനിൻ്റെ ഏറ്റവും മൂലയ്ക്കുള്ള ഒരു സീറ്റിൽ ഒരു വൃദ്ധരായ മനുഷ്യനിരിക്കുന്നു. അയാൾ ഒരു കറുത്ത ബൈൻഡിട്ട പുസ്തകം വളരെ ശ്രദ്ധയോടുകൂടെ ചിന്ത ഏകീകരിച്ച് വായിച്ചു കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് ഈ യുവശാസ്ത്രജ്ഞൻ പറഞ്ഞു, അങ്ങ് എന്താണ് ഇത്ര കാര്യമായി വായിക്കുന്നത്? ബൈബിളാണ് വായിക്കുന്നത് എന്ന വൃദ്ധൻ്റെ മറുപടി. ബൈബിളിലെ ഏത് ഭാഗമാണ്? പറഞ്ഞ മറുപടി, യേശുക്രിസ്തു 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ച കാര്യമാണ്. തിരിച്ച യുവശാസ്ത്രജ്ഞന്റെ മറുപടി, നിങ്ങളെപ്പോലെ ബുദ്ധികെട്ടവരല്ലാതെ, തലച്ചോറ് പണയം വെച്ചവരല്ലാതെ ഈ ശാസ്ത്ര കാലഘട്ടത്തിൽ ഇത് വല്ലതും വിശ്വസിക്കുമോ? 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചെന്നോ? ഇത് വല്ലതും നടക്കുന്ന കാര്യമാണോ? ഒന്നും ആ വൃദ്ധൻ പ്രതികരിച്ചില്ല. ശാസ്ത്രജ്ഞാനത്തിൻ്റെ കുറവാണ് എന്നൊക്കെ പറയാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും താൻ ശ്രദ്ധിച്ചില്ല. താൻ ശാന്തമായി ആ വേദഭാഗങ്ങളിലേക്ക് തൻ്റെ ചിന്തയൂന്നി വായന തുടർന്നു. ട്രെയിൻ നിർത്തേണ്ട സ്ഥലത്തേക്ക് അടുത്തു. ആ സമയം ഈ മനുഷ്യൻ തൻ്റെ പോക്കറ്റിൽ നിന്ന് വിസിറ്റിംഗ് കാർഡ് എടുത്ത് ഈ വൃദ്ധനായ മനുഷ്യനെ നേരെ നീട്ടിയിട്ട് പറഞ്ഞു, സംസാരിക്കാൻ അവസരം കിട്ടിയല്ലോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് കൈമാറ്റം ചെയ്തപ്പോൾ ആ വൃദ്ധനായ മനുഷ്യൻ അയാളുടെ കയ്യിൽ നിന്നും അയാളുടെ വിസിറ്റിംഗ് കാർഡ് എടുത്ത് ഈ ചെറുപ്പക്കാരനെ നേരെ നീട്ടി. ആ ചെറുപ്പക്കാരൻ അത് വാങ്ങിച്ച് ഒന്ന് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. മറ്റാരുമല്ല, ശാസ്ത്രലോകം അത്ഭുതാദരവുകളോടുകൂടെ കാണുന്ന ലൂയി പാസ്റ്റർ എന്നറിയപ്പെടുന്ന പ്രസിദ്ധ ശാസ്ത്രജ്ഞനായ വൃദ്ധനായ മനുഷ്യനാണ് ഈ ഇരിക്കുന്നത്. അത്ഭുതപ്പെട്ടു പോയി. തല കുനിച്ച് ഇടം വലം നോക്കാതെ ആ ചെറുപ്പക്കാരൻ സ്ഥലം വിട്ടു. ഞാൻ പറയട്ടെ, ലോകത്തിൽ ദൈവത്തെ അന്വേഷിക്കാത്ത പല ബുദ്ധികെട്ടവർക്കും ഇത് ഭോഷത്വമായി തോന്നിയാലും വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കൾക്ക് ഈ വചനം മാറോട് അടുക്കിപ്പിടിച്ച് പറയാൻ കഴിയും, എന്നെ ഇന്ന് വരെ എത്തിച്ചത് എൻ്റെ കരുത്തല്ല, എൻ്റെ കയ്യിലിരിക്കുന്ന ജീവന്റെ വചനമാണ്. അമേരിക്കയിലെ കെന്നഡി എയർപോർട്ടിലേക്ക് ആശാരി ഉപദേശി ഒരിക്കൽ ഇറങ്ങിച്ചെന്നപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് പെട്ടി തുറന്ന് വേദപുസ്തകമെടുത്ത് തലയിലങ്ങ് വെച്ചു. സ്തോത്രം. തലയിൽ വെച്ചപ്പോൾ ഈ തലയിൽ ഇങ്ങനെ വെച്ചിറങ്ങി ചെല്ലുമ്പോൾ അപഹാസ്യമായ വിധത്തിൽ, ചിരി ഉണർത്തുന്ന വിധത്തിൽ ഇദ്ദേഹത്തിൻ്റെ വരവ് കണ്ട്
സ്വീകരിക്കാൻ ചെന്നവർ പറഞ്ഞു, സാറേ, ഇത് അത്യന്തം സുരക്ഷിതത്വമുള്ള കെന്നഡി എയർപോർട്ടാ, ഈ രീതിയിലൊന്നും ഇവിടെ പെരുമാറരുത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എടാ, ഞാനിത് തലേ വെച്ചത് ബോധപൂർവമാണ്. എന്നെപ്പോലെ എൻ്റെ കുടുംബത്തിലും കുലത്തിലും ജനിച്ചു വളർന്ന ഒരുപാട് ആശാരിമാർ ഈ നാട്ടിൽ പട്ടിക്കൂടിന് പട്ടിക അടിച്ച് കഴിയുമ്പോൾ എന്നെ ഇവിടെ എത്തിച്ചത് എൻ്റെ വിദ്യാഭ്യാസമല്ല, ഈ പുസ്തകമാണ്. ഇതുകൊണ്ട് ഇത് തലേ വെക്കാതിരിക്കാൻ നിവർത്തിയില്ല. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, നമ്മളെ ഇവിടെ വരെ എത്തിച്ച ദൈവത്തിന്റെ വചനത്തിന്റെ സാധ്യതയോർത്ത് നമുക്കിന്ന് രാത്രിയിൽ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നത് അപമാനമല്ല, അത് അഭിമാനമാണ്. ഇത് തിരിച്ചറിയുന്ന ദൈവമക്കൾ വചനത്തിന് അതുല്യതയോർത്ത് ദൈവത്തെ സ്തുതിക്കണം. ദൈവത്തിന് സ്തോത്രം. ഏറെ പ്രാധാന്യമർഹിക്കുന്ന ചരിത്ര പ്രസിദ്ധമായ യേശുക്രിസ്തുവിന്റെ ഒരു ഉപമയാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. ഈ ഉപമയ്ക്ക് ഒരു ശ്രദ്ധേയമായ പശ്ചാത്തലമുണ്ട്. ഞാനിന്ന് രാത്രി ഇവിടെ സംസാരിക്കുന്ന വിഷയം നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിയണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു ധൃതി പ്രസംഗത്തിനോ ഒരു വൈകാരികമായ ചിരിമരുന്ന് പ്രയോഗത്തിനോ ഒന്നും ഞാൻ തയ്യാറാകുന്നില്ല. ഞാനിന്ന് രാത്രിയിൽ നിങ്ങളെ നിത്യതയ്ക്കായി ക്ഷണിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളോട് വ്യക്തിപരമായി ഇടപെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ വേദഭാഗം ഉദ്ധരിക്കുന്നതിന് ചരിത്രപരമായൊരു പശ്ചാത്തലം അതിന് തൊട്ടുപുറകിലുണ്ട്. അതിന് 12-ാം അധ്യായത്തിൻ്റെ 54-ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ കർത്താവ് ശ്രദ്ധേയമായ ചില വാക്കുകൾ ഉദ്ധരിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുന്നത് കാണുമ്പോൾ പെരുമഴ വരുന്നു എന്ന് നിങ്ങൾ ഉടനെ പറയുന്നു. അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. തെക്കൻ കാറ്റ് ഊതുന്നത് കാണുമ്പോൾ അത്യുഷ്ണമുണ്ടാകും എന്ന് നിങ്ങൾ പറയുന്നു. അങ്ങനെ സംഭവിക്കുന്നു. നിങ്ങൾ കാലാവസ്ഥയെ വിവേചിപ്പാൻ അറിയാവുന്നവരാണ്. പക്ഷേ ഈ കാലത്തെ നിങ്ങൾ എന്തുകൊണ്ട് വിവേചിക്കുന്നില്ല? ഏറെ ശ്രദ്ധേയമാണ് യേശുവിൻ്റെ ചോദ്യം. അവർക്ക് ആ കാലാവസ്ഥയെ നന്നായി വിവേചിക്കാൻ അറിയാം. എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് മെഡിറ്ററേനിയൻ സമുദ്രമാണ്. മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ നിന്ന് മേഘം പൊങ്ങിയാൽ അതിൻ്റെ അർത്ഥം ഇരമ്പിപ്പെയ്യുന്ന പെരുമഴ തൊട്ടുപുറകിലുണ്ടെന്ന് പലസ്തീൻ നാട്ടിലെ കാർഷിക സമൂഹത്തിന് അറിയാം. തെക്ക് സീനായി മരുഭൂമിയാണ്. അവിടെ നിന്ന് കാറ്റൂതിയാൽ അധികം താമസിക്കാതെ അത്യുഷ്ണത്തിൻ്റെ പശ്ചാത്തലം ഉണ്ടാകും എന്ന് ഈ മണ്ണിലെ കാർഷിക വിഭാഗത്തിന് അറിയാം. അപ്പോൾ വരാൻ തുടങ്ങുന്ന കാലാവസ്ഥ എന്താണെന്ന്, അത് ചൂടാണോ, അത് തണുപ്പാണോ, അത് പെരുമഴയാണോ, അത് അത്യുഷ്ണമാണോ എന്ന് ലക്ഷണങ്ങളെ വിവേചിച്ചറിയാനുള്ള വിവേചനബോധം പലസ്തീൻ നാട്ടിലെ കാർഷിക സമൂഹത്തിനുണ്ട്. പക്ഷേ കാലാവസ്ഥയെ വിവേചിക്കാനുള്ള അറിവുള്ള അവർക്ക് ഒരു കാര്യത്തിനുള്ള അറിവില്ല, കാലത്തെ വിവേചിക്കാനുള്ള അറിവില്ല. എന്ന് പറഞ്ഞാൽ അവർ വന്നു നിൽക്കുന്ന കാലം ഒരു സാധാരണ കാലമല്ല. മഹാദൈവം മനുഷ്യവേഷത്തിൽ അവരുടെ കൺമുൻപിൽ സ്വർഗം ഭൂമിയിൽ കാലുകുത്തുന്നത് കാണാൻ ഭാഗ്യം കിട്ടിയ തലമുറയാണ് ആ തലമുറ. ഉൽപ്പത്തി 3:15 സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും എന്ന സർവശക്തന്റെ അധരപുടങ്ങളിൽ നിന്നും പിറന്നു വീണ പ്രവചനം മുതൽ പ്രവചിച്ചതുപോലെ ഈ ഭൂമിയിൽ ജനിച്ച്, പ്രവചിച്ചതുപോലെ ഈ ഭൂമിയിൽ മരിച്ച്, പ്രവചിച്ചതുപോലെ കല്ലറയിൽ അടക്കപ്പെട്ട്, പ്രവചിച്ചതുപോലെ ഉയർത്തെഴുന്നേറ്റ്, പ്രവചിച്ചതുപോലെ സ്വർഗാരോഹണം ചെയ്ത യേശുക്രിസ്തു സ്വർഗം ഭൂമിയെ തൊട്ടിറങ്ങി നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ഓമന പുത്രന്റെ പ്രത്യക്ഷത കാണാൻ ഭാഗ്യം ലഭിച്ച തലമുറയാണ് ആ തലമുറ. പക്ഷേ അവരെത്തി നിൽക്കുന്ന കാലത്തെ വിവേചിക്കാൻ ഒരു വാക്ക് കടത്തി പറഞ്ഞാൽ, തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിച്ച് കളഞ്ഞത് പോലും അറിയായ്മയിൽ ആയിരുന്നു എന്ന് പൗലോസ് അവതരിപ്പിക്കുമ്പോൾ, യേശുക്രിസ്തുവിന്റെ കാലിത്തൊഴുത്തിലെ വരവിനെ വിവേചിച്ചുകൊണ്ട് കാലത്തെ തിരിച്ചറിയാൻ അവർ കഴിയാതെ പരാജയപ്പെട്ടു പോയി. ഓർക്കുക, യേശുക്രിസ്തുവിന്റെ കാലിത്തൊഴുത്തിലെ വരവ് സ്വന്തമായതിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ലെന്ന് എഴുതിയിരിക്കുന്നത് പോലെ
ആ കാലിത്തൊഴുത്തിലെ വരവിനെ കാലത്തെ വിവേചിച്ച് തിരിച്ചറിയാൻ അവർക്ക് കഴിയാതെ പോയതുകൊണ്ട് അവനെ ക്രൂശിച്ച് കളയത്തക്ക വിധം ഒരു അപകട നിലയിലെത്തിച്ചേർന്നു. കാലത്തെ വിവേചിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. ഞാനും നിങ്ങളും കാലത്തെ വിവേചിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ആ സമൂഹം യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞതുപോലെ കാഹളധ്വനിയിൽ വരുന്ന വരവിനെ തള്ളിക്കളയത്തക്ക വിധം ഒരു അപകടത്തിലേക്ക് സഭ നീങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ കാലിത്തൊഴുത്തിലെ വരവിനെ കാലത്തെ വിവേചിച്ച് ഗ്രഹിക്കാൻ കഴിയാഞ്ഞ സമൂഹത്തിന് സംഭവിച്ചത് കാഹളധ്വനിയിലെ വരവിൽ സംഭവിക്കാൻ പ്രതീക്ഷിക്കുന്ന ദൈവമക്കൾക്ക് സംഭവിക്കരുത്. അതുകൊണ്ട് നമ്മൾ ഇന്ന് രാത്രി കാലത്തെ വിവേചിക്കണം, തിരിച്ചറിയണം എന്താണ് കൊറോണ. 31,173 വാക്യങ്ങളുള്ള ഈ വിശുദ്ധ ബൈബിൾ കൊറോണയ്ക്ക് നൽകുന്ന ഒറ്റ ഭാഷ, അതേ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുന്ന അതേ ഭാഷ, ഇത് ഒരു മഹാമാരിയാണ്. എന്താണ് മഹാമാരി? വിശുദ്ധ വേദപുസ്തകത്തിൽ ബൂസിയുടെ മകനായ യെഹെസ്കേൽ പ്രവാചകൻ ലോകരാഷ്ട്രങ്ങളെ തന്നെ പിൻപിലും വെളിപ്പെടാൻ തുടങ്ങുന്ന ദൈവരാജ്യത്തെ തന്നെ മുൻപിലും കണ്ടുകൊണ്ട് ആത്മാവിൽ പ്രവചിക്കുമ്പോൾ മനുഷ്യ ചരിത്രത്തിന്റെ ഒടുവിലത്തെ അധ്യായങ്ങളിൽ പെയ്തിറങ്ങേണ്ട 4 ന്യായവിധികളുടെ മാധ്യമം പറയുന്നു. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിലെ മുദ്രാഭേദനത്തിലും അത് വ്യക്തമാണ്. അവിടെ മഹാമാരി എന്ന് കൊടുത്തിരിക്കുന്നത് മഹാവ്യാധി എന്ന് തന്നെയാണ്. ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് POC ട്രാൻസ്ലേഷനിൽ സ്തോത്രം യെഹെസ്കേൽ പ്രവചനം 14-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം വായിക്കാം. ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ആ ദേശത്തേക്ക് പകർച്ചവ്യാധി അയക്കുകയും മനുഷ്യരെയും മൃഗങ്ങളെയും നശിപ്പിക്കുവാൻ രക്തച്ചൊരിച്ചിലോടെ എൻ്റെ ക്രോധം വർഷിക്കുകയും ചെയ്തു എന്നിരിക്കട്ടെ. ശ്രദ്ധിക്കൂ, ഞാൻ ആ ദേശത്തേക്ക് മഹാമാരി അയക്കുകയും എന്ന് നാം വായിക്കുന്ന ബൈബിളിൽ വായിക്കുമ്പോൾ POC ട്രാൻസ്ലേഷൻ അതിനെക്കുറിച്ച് പറയുന്നത് ഞാൻ ആ ദേശത്തേക്ക് പകർച്ചവ്യാധി അയക്കുകയും എൻ്റെ ക്രോധം രക്തരൂപേണ അതിന്മേൽ പകരുകയും ചെയ്താൽ എന്താണ് മഹാമാരി? ഉത്തരം പറയാം. ദൈവത്തിന്റെ ക്രോധം മനുഷ്യന്റെ പാപത്തിന്മേൽ രക്തരൂപേണ പകരുന്ന പ്രക്രിയയാണ് മഹാമാരി. ഓർക്കുക, ഒരു മകനെ അപ്പൻ ആദ്യം സ്നേഹപൂർവം ഉപദേശിക്കും. ഉപദേശിച്ചിട്ടും സ്വീകരിക്കാതെ വന്നാൽ ആ അപ്പൻ കയ്യിൽ വടിയെടുത്ത് ശിക്ഷണത്തിന്റെ ഭാഷയിൽ സംസാരിക്കും. ശിക്ഷണത്തിന്റെ ഭാഷയിൽ അപ്പൻ സംസാരിക്കാൻ തുടങ്ങുന്നത് കാണുമ്പോൾ അവഗണിച്ചാൽ അപ്പന്റെ പ്രതികരണം കർക്കശമായിരിക്കും. മഹാമാരി എന്ന ഈ മഹാവ്യാധി മനുഷ്യകുലത്തോട് ദൈവം ശിക്ഷണത്തിന്റെ ഭാഷയിൽ സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ കാലഘട്ടത്തെ വിവേചിക്കേണ്ടിയിരിക്കുന്നു. മറക്കരുത്, ഇതൊരു കൊടുങ്കാറ്റിന് മുൻപിലെ ശാന്തതയാണ്. കൊണ്ടു നടന്ന് തടിപിടിപ്പിച്ച് വലിച്ച് ചൂഷണം ചെയ്ത് ഉപയോഗിച്ച കൊലക്കൊമ്പൻ ഉത്സവപ്പറമ്പിൽ മതമിളകി കഴിയുമ്പോൾ പുറത്തിരിക്കുന്ന പാപ്പാനെ വലിച്ച് നിലത്തിട്ട് ചവിട്ടിക്കീറി നാലുപാടേക്കും വലിച്ചെറിഞ്ഞ് കൊലവിളി നടത്തുന്നത് പോലെ ഈ കാലാവസ്ഥ മനുഷ്യനെതിരെ കൊലവിളി നടത്തുന്ന ഒരു ഭീകര ഘട്ടത്തിലേക്ക് മനുഷ്യ സമുദായം നീങ്ങാൻ തുടങ്ങുന്നു. എന്നാൽ അത് സംഭവിക്കാൻ തിരശീല ഉയരും മുൻപ് വിശ്വസിക്കുന്ന ദൈവമക്കൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ മേഘാഗമനം സംഭവിക്കും. അത് പ്രതീക്ഷിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി കണ്ണുകൾ ഉയർത്തി കാലാവസ്ഥയെ വിവേചിക്കുക, ഈ കാലഘട്ടത്തെ വിവേചിക്കുക. ഈ പ്രത്യേക പശ്ചാത്തലത്തിൽ കർത്താവിന്റെ അടുക്കൽ 2 പ്രത്യേക സംഭവങ്ങൾ ആളുകൾ വന്ന് പറഞ്ഞു. കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, പീലാത്തോസ് ഗലീലക്കാരുടെ ചോര യാഗപീഠത്തിൽ കലർത്തിയിരിക്കുന്നു. അവിടെ ആഭ്യന്തര വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്ന ഒരു സമയം. ഗലീലക്കാർ വിപ്ലവകാരികളാണ്. അവർ പീലാത്തോസിനെതിരെ ഒരു മത്സരം സംഘടിപ്പിച്ചു. ആ മത്സരത്തിന്റെ ഭാഗമായി പീലാത്തോസിനെതിരെയുള്ള മത്സരം അദ്ദേഹം അടിച്ചൊതുക്കാൻ താല്പര്യപ്പെട്ടു. എങ്കിലും രഹസ്യ പോരാളികൾ രക്ഷപ്പെട്ടു. അങ്ങനെ ഇരിക്കെ പീലാത്തോസിനൊരു വാർത്ത കിട്ടി.
ഗലീലയിലെ ആ രഹസ്യ പോരാളികൾ യെരുശലേം ദൈവാലയത്തിൽ യാഗത്തിന് വന്നിട്ടുണ്ട്. യാഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പീലാത്തോസിന്റെ കൽപ്പനയാൽ പട്ടാളക്കാർ ദേവാലയത്തിനെ കിരച്ചു കയറി ഈ വിപ്ലവകാരികളെ തുണ്ടുകളായി വെട്ടി നുറുക്കി. എന്നിട്ട് ഈ യാഗപീഠത്തിൽ കയറ്റിയിട്ട് മനുഷ്യമാംസം കത്തിച്ചു. ആ ഭീതിജനകമായ സംഭവം യെരുശലേം ദൈവാലയത്തിലെ യാഗപീഠത്തിൽ സ്തോഭജനകമായി സംഭവിച്ചു കഴിഞ്ഞു. മനുഷ്യമാംസം ദേവാലയത്തിലെ യാഗപീഠത്തിൽ കത്തിത്തീരുമ്പോൾ ഈ വാർത്ത യേശുവിന്റെ ചെവിയിൽ കിട്ടി. ഗലീലാക്കാരുടെ ചോര പീലാത്തോസ് യാഗപീഠത്തിൽ കലർത്തി. ആ സമയം യേശു ചോദിച്ചു, ഈ കൊല്ലപ്പെട്ട ഗലീലാക്കാർ മറ്റുള്ളവരെക്കാൾ പാപികളായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആ പാപത്തിന് അവർക്ക് കിട്ടിയ തിരിച്ചടിയാണ് ഇതെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നു. അല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. ഒരിടത്ത് സംഭവിച്ച ഒരു സംഭവം ഞാൻ രക്ഷപ്പെട്ടത് കൊണ്ട് ഞാൻ വിശുദ്ധനും കൊല്ലപ്പെട്ടവർ അശുദ്ധനുമാണെന്ന് ധരിക്കരുത്. കഴിഞ്ഞ കൊറോണ അനേകരുടെ ജീവനെടുത്തു. ഇന്നും അനേകർ മരണത്തോട് മല്ലടിച്ച് ആശുപത്രിയിൽ ഓക്സിജന് വേണ്ടി പിടഞ്ഞു കഴിയുമ്പോൾ നീയും ഞാനും ഇതിൽ ബാധിക്കപ്പെട്ടിട്ടും അത്ഭുതകരമായി യന്ത്ര ഉപകരണങ്ങളിൽ ജീവൻ കടിച്ചു തൂങ്ങിക്കിടന്നിട്ടും ജീവനിലേക്ക് തിരിച്ചു വന്നത് എന്റെയും നിന്റെയും വിശുദ്ധിയുടെ കൂടുതൽ കൊണ്ടല്ല, എന്റെ ദൈവം മാനസാന്തരത്തിന് സമയം അനുവദിച്ചിരിക്കുന്നത് കൊണ്ടാണ് എന്ന് തിരിച്ചറിയണം. ഒരാൾക്ക് സംഭവിച്ച അനർത്ഥം നിനക്ക് സംഭവിക്കാതിരുന്നതും നിന്റെ മേൽ അത് ആധിപത്യം പുലർത്താതിരുന്നതും നിന്റെ വിശുദ്ധിയുടെ കൂടുതൽ കൊണ്ടല്ല, എന്റെ ദൈവം നിനക്ക് മാനസാന്തരത്തിന് അവസരം തന്നിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത മറ്റൊരു വാർത്ത, ആ വാർത്ത ഇതാണ്. വളരെ ശ്രദ്ധേയമായ ശീലോഹാം കുളം ചരിത്ര പ്രസിദ്ധമാണ്. ഈ ശീലോഹാം കുളത്തിൽ നിന്ന് ഒരു വലിയ ജലപാത യെരുശലേമിലേക്ക് വെട്ടിത്തുറന്നുകൊണ്ട് നവീകരണ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ശീലോഹാം കുളത്തിൻ്റെ ഭാഗത്ത് ചരിത്ര പ്രസിദ്ധമായ ഒരു രാജകീയ ഉദ്യാനം പീലാത്തോസ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ ഉദ്യാനത്തിന്റെ പ്രവേശന കവാടത്തിങ്കൽ ഒരു പ്രസിദ്ധമായ ആർച്ച് സ്ഥാപിക്കുന്ന പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഗോപുരം സ്ഥാപിക്കുന്ന പണി നടന്നുകൊണ്ടിരിക്കുന്നു. നിർഭാഗ്യവശാൽ ആ ഗോപുരത്തിന്റെ പണി പൂർണ്ണതയിലേക്ക് നീങ്ങാൻ തുടങ്ങുന്ന സമയം ആ ഗോപുരം ഇടിഞ്ഞു വീണ് 18 പേർ തൽക്ഷണം മരിച്ചു. ഈ വാർത്ത യേശുവിന്റെ ചെവിയിൽ കിട്ടിയപ്പോൾ യേശു ചോദിച്ചു, ആ 18 പേർ അപകടത്തിൽ മരിച്ചല്ലോ, ആ ദുരന്തത്തിൽ മരിച്ചല്ലോ, ആ മരിച്ചവർ നിങ്ങളിൽ എല്ലാവരെക്കാളും കൂടുതൽ പാപികളാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. അനർത്ഥം കൺമുൻപിൽ വരുന്നുണ്ട്. നേരത്തെ മാനസാന്തരപ്പെടാൻ ഭാഗ്യം കിട്ടിയാൽ അതാണ് ജീവിതത്തിന്റെ ധന്യത. പീലാത്തോസിന്റെ കുലപാതകത്വരയിൽ മുറിഞ്ഞു വീണവരുടെ ദുരന്തവും ഗോപുരം തകർന്ന് സംഭവിച്ച 18 മരണവും തൽക്കാലം നിങ്ങൾ ഒഴിവായതുകൊണ്ട് നിങ്ങൾ അവരെക്കാളൊക്കെ വിശുദ്ധരാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അടുത്ത ചില പതിറ്റാണ്ടുകൾക്കുള്ളിൽ ഈ നാട് മുഴുവൻ നശിക്കുന്ന ഒരു മഹാദുരന്തം AD 70 വരാൻ തുടങ്ങുന്നു. ഇതൊരു കൊടുങ്കാറ്റിന് മുൻപിലെ ശാന്തതയാണ്. ഞാൻ ഈ രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കളോട് ആത്മനിയോഗത്തോട് പറയട്ടെ, യേശു ആത്മാവിൽ പ്രവചന ശൈലിയിൽ പറയുന്നു, ഇതൊരു കൊടുങ്കാറ്റിന് മുൻപിലെ ശാന്തതയാണ്. അടുത്ത 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഈ നാട്ടിൽ ചോരപ്പുഴ ഒഴുകുന്ന ദുരന്തം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, മറ്റേ മരണങ്ങൾ ലഘുവായിരുന്നു, അതിലും വലുത് വരാൻ തുടങ്ങുന്നു. അതുകൊണ്ട് മാനസാന്തരത്തിന് ദൈവം അനുവദിച്ചിരിക്കുന്ന കരുണയിൻ കാലങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്തൃസന്നിധിയിൽ കവിണ് വീഴുക. വരാൻ തുടങ്ങുന്ന അപകടം ഏറ്റവും ഗുരുതരമായതുകൊണ്ട് ഇന്നത്തെ ശാന്തത അവഗണിക്കരുത്. ആലസ്യത്തിന്റെ സമയമല്ല, അനുതപിക്കാൻ ദൈവം അവസരം വേർതിരിച്ചിരിക്കുന്നു. എത്ര പേർക്ക് ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായി? നമുക്കൊക്കെ ഒരു സംഭവം ഉണ്ടാവും. എന്തെന്നറിയാമോ? ലോകത്തിലേക്കും ഏറ്റവും വലിയൊരു അത്ഭുതം, ലോകത്തിലേക്കും ഏറ്റവും വലിയ അത്ഭുതം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? മഹാഭാരത കഥയിൽ ശ്രദ്ധേയമായ പാണ്ഡവരുടെ വനവാസകാലത്തെ ഒരു സംഭവമുണ്ട്. ഒരാൾ തൻ്റെ സഹോദരനെ വെള്ളത്തിന് വേണ്ടി പറഞ്ഞു വിട്ടു.
വെള്ളമെടുക്കാൻ ഒരു പ്രത്യേക സ്ഥലത്തെത്തി ജലാശയത്തിൽ നിന്ന് വെള്ളം കോരി കുടിക്കാൻ ശ്രമിക്കുന്ന സമയം ഒരു അശരീരി ശബ്ദം മുഴങ്ങി. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ വെള്ളം കുടിക്കരുത്. പക്ഷേ വന്നയാൾ ആവേശം കൊണ്ട് വെള്ളം കുടിച്ചു. കുടിച്ചതോടുകൂടെ ആൾ വീണു മരിച്ചു. തൊട്ടുപുറകെ അടുത്തയാൾ വന്നു. ആളും ഈ ശബ്ദം കേട്ടു. പക്ഷേ ആവേശം കൊണ്ട് വെള്ളം കുടിച്ചു. ആളും മരിച്ചു. അവസാനം പറഞ്ഞു വിട്ടയാൾ വന്നു. ജലാശയത്തിന്റെ അടുക്കൽ നിന്ന് വെള്ളം കോരി കവിളിനോട് ചേർത്ത് വെക്കാൻ ശ്രമിച്ചപ്പോ ഈ അശരീരി ശബ്ദം. എന്താ? ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തരാതെ വെള്ളം കുടിക്കരുത്, മരിക്കും. മുന്നറിയിപ്പ് കിട്ടിയപ്പോൾ ചോദ്യം തുടങ്ങുന്നു. ലോകത്തിലേക്കും ഏറ്റവും വലിയ അത്ഭുതം ഏതാണ്? ചോദ്യം. ഉത്തരം എന്തെന്നറിയാമോ? ഉത്തരം: ഇടത്തും വലത്തും മുൻപിലും പുറകിലും ഉള്ളവർ മരിച്ചു വീഴുന്നു. പക്ഷേ ഞാൻ മാത്രം മരണമില്ലാത്തവനായി ഇവിടെ തുടരും എന്ന് മനുഷ്യൻ സ്വയം ചിന്തിച്ചു പോകുന്നു. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. താത്വികമായ ആ വിശകലനത്തെ അടിവരയിട്ടുകൊണ്ട് ഞാൻ പറയട്ടെ, അനേകരുടെ ജീവൻ വിവിധ അനർത്ഥങ്ങളിലൂടെ ഈ മണ്ണിനോട് മടക്കയാത്ര നടത്തി. ഓർക്കുക, പട്ടും ധൂമ്രവർണ്ണവും ധരിച്ച് സുഖിച്ചു മതിച്ചു പുളച്ച് രസിച്ച് ഈ മണ്ണിൽ സുഖലോലുപതയിൽ കഴിഞ്ഞതിന് ശേഷം ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി പിടയുന്ന നരകമാണ് നമ്മെ കാത്തിരിക്കുന്നതെങ്കിൽ നമ്മെ പോലെ അരിഷ്ടർ മറ്റാരുമില്ലെന്നും, എന്നാൽ കയറി കിടക്കാൻ കൂരയില്ലെങ്കിലും വെച്ച കഞ്ഞിക്കൊഴിക്കാൻ ഉപ്പില്ലെങ്കിലും ഇന്ന് രാത്രി ഉറങ്ങുന്ന ഉറക്കറ എൻ്റെ വിശ്രമമേറിയായി മാറിയാൽ എൻ്റെ വിശ്രമം എൻ്റെ വീണ്ടെടുപ്പുകാരൻ്റെ മാർവിലായിരിക്കും എന്ന് ഉറപ്പ് പ്രാപിച്ച ഒരു ദൈവവൈതൽ ഉണ്ടെങ്കിൽ നിന്നെ പോലെ ധന്യൻ മറ്റാരുമില്ലെന്നും വിശ്വസിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയുക. മണ്ണിന് വേണ്ടിയല്ല ദൈവത്തെ സേവിക്കുന്നത്, നിത്യതയ്ക്ക് വേണ്ടിയാണ്. ഓർക്കുക, അനുവദിച്ചിരിക്കുന്ന കാലം അഹങ്കരിക്കാനോ അവഗണിക്കാനോ ഉള്ള സമയമല്ല, അനുതപിക്കാനുള്ള സമയമാണ്. ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏറെ ശ്രദ്ധേയമായ ഒരു ഉപമ കർത്താവ് ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഇനിയും നിങ്ങളെല്ലാവരും ആ ഉപമയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കണം. വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കുക. അവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൾ 6-ാമത്തെ വാക്യം മുതൽ 7 ചോദ്യങ്ങൾക്ക് ഞാനിവിടെ നിങ്ങളുടെ മുൻപിൽ ഉത്തരം എന്ന നിലയിൽ ഈ വേദഭാഗം വിശകലനം ചെയ്യും. അപ്പോൾ നമ്മുടെ സമയം കൃത്യമായിട്ടാകും. വളരെ പ്രാർത്ഥനാപൂർവ്വം ഇതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഈ പ്രസംഗിക്കുന്ന കാര്യത്തിൽ നിങ്ങളുടെ ശ്രദ്ധയുണ്ടെന്ന എൻ്റെ ചിന്ത. ഒന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ഒരു മനുഷ്യന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അയാൾ അതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട് സംസാരിക്കുകയാണ്. ഇത് എന്തിന് ഈ നിലത്തെ നിഷ്ഫലമാക്കുന്നു? വെട്ടിക്കളക. അത് തോട്ടത്തിൽ നിലത്തെ നിഷ്ഫലമാക്കുകയാണ്. വെള്ളവും അതേ വളവുമെല്ലാം വലിച്ചെടുത്ത് ഇതിന് നടുക്ക് നിന്ന് ഇതിൻ്റെ സാധ്യതകളെ മുഴുവൻ സ്വീകരിക്കുമ്പോൾ തന്നെ അതിന് യാതൊരു ഫലവും തരാതെ ഇത് നിലത്തെ നിഷ്ഫലമാക്കുകയാണ്. സഹിക്കാൻ വയ്യ, ഇത് തുടരാൻ അനുവദിക്കരുത്. ആ സമയം തോട്ടക്കാരൻ ഉടമസ്ഥന്റെ മുൻപിൽ നിന്ന് മധ്യസ്ഥത അണയ്ക്കുന്നു. ഞാൻ അതിന് കിളച്ചു വളമിടാം. 365 ദിവസം, 1 വർഷം, ആണ്ടറുതി വരികയാണല്ലോ, 1 വർഷം കൂടെ നിൽക്കട്ടെ. അതിന് ഞാൻ കിളച്ചു വളമിടാം. മേലാൽ കായ്ച്ചില്ലെങ്കിലോ വെട്ടിക്കളയാം. നിങ്ങൾ ഇന്ന് രാത്രിയിൽ വർഷാവസാന മീറ്റിങ്ങുകളിലേക്ക് അടുക്കുമ്പോൾ സ്വയം ശോധന ചെയ്യുക ഈ ചിന്തയെ. ഒന്ന്, ഈ അത്തിയെ സംബന്ധിച്ച് ഞാൻ പറയാൻ തുടങ്ങുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ കുറിക്കണം. ഇതിന് ഒരു പദവിയുണ്ട്. 2, ഇതിന് ഒരു സ്ഥാനമുണ്ട്. 3, ഇതിന് ഒരു ഉടമസ്ഥനുണ്ട്. 4, ഇതിന് ഒരു ഉത്തരവാദിത്തമുണ്ട്. 5, ഇതിനെക്കുറിച്ച് ഒരു പ്രതീക്ഷയുണ്ട്. 6, ഇതിന് അടിസ്ഥാനപരമായി സംഭവിച്ച ഒരു ന്യൂനതയുണ്ട്. 7, ഇതിന് നീട്ടിക്കൊടുത്ത ഒരു കാലാവധിയുണ്ട്. കരമുയർത്തി കർത്താവിന് മഹത്വം അർപ്പിക്കാമോ? നിങ്ങളിത് രാത്രി തികച്ചും ഏകാഗ്രതയോടെ ശ്രദ്ധിക്കുക. ഒന്ന്, ഈ വൃക്ഷത്തിലേക്ക് നിങ്ങൾ നോക്കണം. ഈ വൃക്ഷത്തിന് ഒരു പദവിയുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത്, ഒരുത്തന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ട
നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. ഒന്നാമത്തെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇതിനൊരു പദവിയുണ്ട്. എന്താ പദവി? ഇത് ഒഴുകിക്കയറി വന്നതല്ല, ഇതിനെ ചിട്ടിക്കെടുത്തതല്ല, ഇതിനെ പാട്ടത്തിന് പിടിച്ചതല്ല, ഇതിനെ ഒറ്റയ്ക്ക് കൊണ്ടുവന്നതല്ല, ഇതിനെ 6 മാസത്തേക്ക് ഫലം പറിച്ചതിന് ശേഷം കൈവിട്ട് കളയാൻ വേണ്ടി ഏൽപ്പിച്ചതല്ല. ഇതിനെ ഒരുവൻ തന്റെ ലക്ഷ്യത്തോടുകൂടെ ഒരിടത്തു നിന്നും കൊണ്ടുവന്ന് ഒരു തറയിൽ നന്നായി തറയുറപ്പിച്ച് നട്ട് പരിചരണം കൊടുത്ത് വളർത്തിയതാണ്. ഓർക്കുക, ഇത് സാധാരണ അത്തിയല്ല, ഇത് ഒരു ഉടമസ്ഥന്റെ ഉത്തരവാദിത്വത്തിൽ പദവി നേടിയ അത്തിയാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മ നിയോഗത്തോടെ ഞാൻ പറയട്ടെ, ഇസഹാക്കിന്റെ അന്ധതയുടെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, എസ്തേറിന്റെ അനാഥത്വത്തിന്റെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, രൂത്തിന്റെ കുടുംബ തകർച്ചയുടെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, നവോമിയുടെ കയ്പിന്റെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, ഇയ്യോബിന്റെ കഷ്ടതയുടെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, 2021 നാളുകളിൽ നിനക്കെതിരെ അടിച്ചുയർന്ന പല പ്രതിസന്ധികളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് എൻ്റെ ദൈവം നിന്നെ ഈ തറയിൽ ഉറപ്പിച്ചു നിർത്തിയത് നിന്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ ദൈവം നിനക്ക് തന്ന പദവി കൊണ്ടാണ് എന്ന് തിരിച്ചറിയുന്നെങ്കിൽ ഈ രാത്രി പറയണം, എൻ്റെ കഴിവല്ല, നിന്റെ കൃപയാണ് കർത്താവേ, നീ എൻ്റെ മേൽ പകർന്ന പദവിക്കായി ഞാൻ നിനക്ക് സ്തോത്രം ചെയ്തെന്ന് പറയാൻ ഈ രാത്രി ഇവിടെ ഇരിക്കുന്ന ഇരിപ്പിൽ നിങ്ങളുടെ അധരം ഉയരണം. ഞാൻ പറയട്ടെ, സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. നെയ്ത്തുകാരൻ കൊട്ടമെടയുന്നത് പോലെ, ഓല നെയ്തെടുക്കുന്നത് പോലെ എൻ്റെ അമ്മയുടെ ഗർഭാശയത്തിൻ്റെ ഭിത്തിയിൽ ഒരു പൊട്ടായൻ പറ്റിപ്പിടിച്ച് വളരുമ്പോൾ വൈകല്യമില്ലാതെ ഈ ഭൂമിയിൽ ഞാൻ ജന്മം കൊള്ളത്തക്ക വിധം എൻ്റെ ജീവന്റെ പുറകിൽ പ്രവർത്തിച്ചത് മനുഷ്യന്റെ കരമല്ല ദൈവമേ, നിന്റെ മഹാകരമാണ്. ഇന്ന് രാത്രി ഇവിടെ നിന്ന് ആരാധിക്കുന്ന ദൈവമക്കൾ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. പലരും മുട്ടയിൽ വലിഞ്ഞ് ജീവിക്കുമ്പോൾ, പലരും ജന്മസിദ്ധമായ വൈകല്യങ്ങളുമായി ആയുസ് കഴിയുമ്പോൾ സ്വന്തം കാലുകൾ കൊണ്ട് നടന്നു വന്ന് ദൈവത്തെ ആരാധിക്കാൻ നിന്റെ കാലുകൾക്ക് ബലം തന്ന ദൈവത്തിന്റെ കരുതൽ തിരിച്ചറിഞ്ഞാൽ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ പോരാ, നിന്റെ ആത്മാവിലൊന്ന് കത്തണം. സ്തോത്രം. കഴിഞ്ഞ ഒരു രാത്രിയിൽ കേരളത്തിലെ 10 ലക്ഷത്തെ, ഇന്ത്യയുടെ ലോകത്തിൽ ഈ രാജ്യത്ത് 10 ലക്ഷത്തോളം ആളുകൾ ഇതാ ഒരു കൂരയ്ക്ക് കീഴിൽ അന്തി ഉറങ്ങാൻ കഴിയാതെ പ്ലാസ്റ്റിക് വിരിച്ചു കെട്ടിയ വിരിപ്പിനടിയിൽ, കടത്തിണ്ണയിൽ, പാലത്തിൻ്റെ അടിയിൽ എത്രയോ സാധുക്കൾ അന്തി ഉറങ്ങിയപ്പോൾ ഞാൻ ഒരിക്കൽ ഒരു സാധനം വാങ്ങിക്കാൻ കഴിഞ്ഞൊരു ദിവസം ഒരു കടയുടെ വാതിക്കൽ എത്തിയപ്പോൾ ആ കടയുടെ തൊട്ടു മുൻപിൽ ഒരു കുടുംബം കിടക്കുകയാണ്. നാടോടി കുടുംബമാണ്. കുഞ്ഞുങ്ങളെ മാറോട് ചേർത്ത് പിടിച്ച് ഭർത്താവും ഭാര്യയും ഒരുമിച്ച് അവരുടെ പാണ്ടക്കെട്ടുകൾ വെച്ച് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ അല്പം കൂടെ കാലകത്തേക്ക് ചുരുട്ടി വെച്ച് കിടക്കുന്നു. ഇന്ന് രാത്രി ഓർക്ക്, കഴിഞ്ഞ രാത്രിയിൽ അനേകർ പാലത്തിൻ്റെ അടിയിലും പ്ലാസ്റ്റിക് വിരിച്ച വിരിയുടെ അടിയിലും വൃക്ഷച്ചുവട്ടിലും അന്തി ഉറങ്ങിയപ്പോൾ നിനക്ക് പാർക്കാൻ ഭവനവും, നിനക്ക് ആരോഗ്യത്തോടുകൂടെ പാർക്കാൻ ഭവനവും, നിനക്ക് സ്നേഹിക്കാൻ കുഞ്ഞുങ്ങളും, നിന്റെ ദാമ്പത്യ ബന്ധവും, നിനക്ക് ആരോഗ്യകരമായ ശാരീരിക അവസ്ഥയും ദൈവം നിനക്ക് തന്നത് മറ്റൊന്നും ഓർത്ത് സ്തോത്രം ചെയ്തില്ലെങ്കിലും ഈ രാത്രി സ്വന്തം നെഞ്ചത്തോട്ടൊത്ത് കൈവച്ചിട്ട് ആരോഗ്യമുള്ള ഒരു ശരീരത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ 2021 ഭാഗ്യം നൽകിയത് എൻ്റെ കരുത്തുകൊണ്ടല്ല, എൻ്റെ ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇവിടെ ഇരുന്ന് വിളിച്ചു പറയണം, ഞാൻ സാധാരണക്കാരനല്ല, എന്നെ നട്ടത് തന്നെ. ഗ്ലോറി, ഹല്ലേലൂയ. 335 ഗ്രാം തൂക്കം, മുഷ്ടിയുടെ വലിപ്പം, ഹാർട്ട് എന്ന കൊച്ചു പമ്പ് ഇടനെഞ്ചിലിരുന്ന് ഇടിക്കുക. കഴിഞ്ഞ രാത്രി എത്ര വട്ടം ഇടിച്ചു? 1 മിനിറ്റിൽ 72 തവണ. 1 മണിക്കൂറിൽ എത്ര വട്ടം? 70 വയസ്സ് കഴിഞ്ഞാൽ 250 കോടി വട്ടം ഇടിക്കും. ഒറ്റ ഇടിപ്പിൽ രക്തധമനികളിലേക്ക് രക്തം പമ്പ് ചെയ്ത് കയറുമ്പോൾ തലച്ചോറ് മുതൽ കാൽപാദം വരെ, സ്തോത്രം, എത്രയോ മൈൽ നീളത്തിലുള്ള നോൺ സ്റ്റോപ്പ് പമ്പിങ് തുടങ്ങിയിട്ട് എത്ര നാളായി? കഴിഞ്ഞ രാത്രി ഉറക്കത്തിനിടയിൽ ഈ പമ്പിങ് ഒന്ന് പണിമുടക്കിയിരുന്നെങ്കിൽ മൂക്കിൽ പഞ്ഞി വെച്ച് അടുത്ത മോർച്ചറിയിലിരുന്നേനെയും. കൃപയാൽ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ ഇടർച്ചയിൽ നിന്നും ജീവനെ മരണത്തിൽ നിന്നും സൂക്ഷിച്ച് 2021 ഈ വർഷത്തിൻ്റെ ഒടുവിലത്തെ ദിവസം വരെ ആരോഗ്യത്തോടെ നിന്നെ ഇന്ന് രാത്രി വചനത്തിൻ്റെ മുൻപിൽ കൊണ്ടുവന്നത് നിന്റെ കരുത്തുകൊണ്ടല്ല, എൻ്റെ ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്ന് ആത്മാർത്ഥമായി തിരിച്ചറിയുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ വിളിച്ചു
പറയണം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ ദിവ്യ കാര്യപരിപാടിയിൽ എന്നെ സാധാരണക്കാരനെ പോലെ കാണാതെ എനിക്ക് പദവി തന്ന ദൈവത്തിൻ്റെ കരുതലിനായി നന്ദി എന്ന് പറയാൻ ഇന്ന് രാത്രി കൃതജ്ഞതയുള്ളൊരു അധരം ഇവിടെ ഉണ്ടെങ്കിൽ മൗനമാകരുത്, വിളിച്ചു പറയണം, ഞാൻ സാധാരണക്കാരനല്ല, ഞാൻ പദവി നേടി നടപ്പെട്ടവനാണ്. റോമാലേഖനത്തിൽ പറയുന്നു, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ഈ രാത്രി ഇവിടെ ഇരുന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വയം ചിന്തിക്കുക, ദൈവത്തിൻ്റെ അനാദി നിർണയത്തിൻ്റെ പദ്ധതിയിൽ എനിക്ക് വേണ്ട ദൈവിക സുരക്ഷിതത്വം അവിടുന്ന് ഒരുക്കി വെച്ചു. ഒന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുമോ? സ്തോത്രം. വാഗ്ദത്തം പലതും നിന്റെ തലയ്ക്ക് മീതെ നിഴൽ വിരിച്ചപ്പോൾ നാളെ നടത്താൻ ഇരുട്ടിൻ്റെ ശക്തികൾ നിന്റെ വീടിനെതിരെ കരുതി വെച്ച കണികളെ മുറിച്ചുകൊണ്ട് 2021 അവസാനത്തെ ദിവസങ്ങളിലും ആരോഗ്യത്തോടെ നിന്നെ ഇവിടെ കൊണ്ടുവന്നത് എൻ്റെ കരുത്ത് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്ന് തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി വിളിച്ചു പറയണം, ഞാൻ സാധാരണക്കാരനല്ല, ഞാൻ സാധാരണക്കാരനല്ല. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവപൈതലേ, ഈ രാത്രി അഭിഷേകത്തിൻ്റെ തൈല നദി ഒഴുകുന്ന ഈ രാത്രി നിന്റെ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളിലും വ്യാപരിക്കുന്ന ഒരു കൃതജ്ഞതയുടെ തലമുയരണം. വിളിച്ചു പറയണം, ഞാൻ സാധാരണക്കാരനല്ല, എൻ്റെ മേൽ ദൈവത്തിന്റെ പദവി വ്യാപരിച്ചു. ആ പദവി നൽകി എന്നെ ഇവിടെ നട്ടതാണ്, പദവി നൽകി നട്ടിരിക്കുന്നു. ചില ആളുകൾ പറയാറുണ്ട്, ദൈവത്തിന് സംഭവിച്ച ഒരബദ്ധമേ, ഒരു പഴം തിന്നരുതെന്ന് പറയുന്നതിനോടല്ലയോ മനുഷ്യന് കൂടുതൽ ആഗ്രഹവും പ്രതീക്ഷയൊക്കെ ഉണ്ടാകുന്നത്? തിന്നരുതെന്ന് പറഞ്ഞു. ഇത് ദൈവത്തിന് പറ്റിയ അബദ്ധമല്ലേ? ഏദനിൽ പാപം സംഭവിക്കാതിരുന്നിരുന്നെങ്കിൽ എന്തായിരുന്നേനും ഗതി? ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, ഏദനിലെ പാപം ദൈവം അറിഞ്ഞുകൊണ്ട് അനുവദിക്കാതിരുന്നിരുന്നെങ്കിലോ? ഏദനിലെ പാപം സംഭവിക്കാതിരുന്നിരുന്നെങ്കിൽ കാൽവറിയിലെ യാഗം സംഭവിക്കേണ്ടി വരുമായിരുന്നുവോ? വളരെ വേദശാസ്ത്ര പ്രാധാന്യമുള്ളൊരു ചോദ്യമാണ്. ഏദനിലെ പാപം സംഭവിക്കാതിരുന്നിരുന്നെങ്കിൽ കാൽവറിയിലെ യാഗം സംഭവിക്കേണ്ടി വരുമായിരുന്നുവോ? പ്രിയപ്പെട്ടവരെയും, എൻ്റെ ദൈവത്തിൻ്റെ ദിവ്യജ്ഞാനത്തിൽ ഏദനിലെ പാപം സംഭവിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കാൽവറിയിലെ യാഗം അവിടുന്ന് പ്ലാൻ ചെയ്തു. അങ്ങനാണെങ്കിൽ ഞാൻ കടന്നു പോകേണ്ട വഴികൾ നേരത്തെ അറിഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടി പരിഹാരത്തിൻ്റെ വഴി ഒരുക്കി വെച്ച ദൈവമാണ് ഞാൻ സേവിക്കുന്ന ദൈവമെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് വിളിച്ചു പറയണം, മാറായുടെ അടുക്കൽ എത്തിച്ചേരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മരക്കൊമ്പ് കരുതിയ ദൈവമാണ് ഞാൻ ആരാധിക്കുന്ന ദൈവമെങ്കിൽ എനിക്ക് വേണ്ടി അഭിമുഖീകരിക്കേണ്ട പ്രശ്നം മാത്രമല്ല, അതിൻ്റെ പരിഹാരത്തിൻ്റെ വഴി കൂടെ കരുതി വെച്ചുകൊണ്ട് എൻ്റെ ദൈവം എന്നെ ജയത്തോടെ നടത്തി. ഇതൊരു സാധാരണ സ്ഥലത്തല്ല നിൽക്കുന്നത്, ഇത് മുന്തിരിത്തോട്ടത്തിൽ പദവിയോടെ നിൽക്കുന്ന അത്തിവൃക്ഷം. 2, ഈ അത്തിവൃക്ഷത്തിന് ഒരു സ്ഥാനമുണ്ട്. എവിടെയാണ് നിൽക്കുന്നത്? അത് മുന്തിരിത്തോട്ടത്തിന് നടുക്കാണ് നിൽക്കുന്നത്. നിന്റെ മുന്തിരിത്തോട്ടത്തിൽ യാതൊരുവിധ ഫലങ്ങളും നടരുത് എന്ന് വചനവ്യവസ്ഥയുണ്ട്. വ്യവസ്ഥയ്ക്ക് വിപരീതമായി അസാധാരണ കരുതലാണ് ഈ വൃക്ഷത്തിൽ വെളിപ്പെട്ടിരിക്കുന്നത്. ഇത് പാറപ്പോട്ടിൽ വന്യമായി വളരുകയായിരുന്നില്ല, അടുത്ത ഒഴുക്കിന് ഒഴുകിക്കയറി വന്ന് വേര് പിടിച്ചതുമല്ല, വഴിവക്കിൽ നിൽക്കുന്ന ഒരു സാധാരണ വൃക്ഷം പോലെ ഒഴുകിക്കയറി എത്തിയതല്ലിത്. ഫലഭൂയിഷ്ടമായ മണ്ണിൽ സാധ്യതകൾ മുഴുവൻ ഒരുക്കിക്കൊണ്ട് ഇതിനെ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി ഇവിടെ നിന്ന് പറയണം, അനേകരുടെ ജീവിതത്തിലെ സാധ്യതകൾ വഴിമുടക്കികളായി നിന്നപ്പോൾ എൻ്റെ ദൈവം എനിക്കുന്ന സാധ്യതകളുടെ മണ്ണിൽ അവിടുന്ന് എന്നെ വേര് പിടിപ്പിച്ചതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നെന്ന് പറയാൻ അനുഭവം പ്രാപിച്ച ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ജീവിതത്തിലെ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കണം. പോരാ ദൈവത്തിന് സ്തോത്രം. തിരുവല്ലയിൽ നിന്നും ഡൽഹിക്ക് പോകാൻ മുറിക്കകത്തിരുന്ന് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു കമ്പ്യൂട്ടറിലൂടെ, അല്ലെ മൊബൈൽ സിസ്റ്റത്തിലൂടെ.
അതിനെ പണമടയ്ക്കുന്നു സംവിധാനങ്ങളിലൂടെ. കൃത്യസമയത്ത് തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾ എത്തിച്ചേരുന്നു. ആ കമ്പാർട്ട്മെന്റിലേക്ക് നിങ്ങൾ നടന്നു കയറിയാൽ ആ കമ്പാർട്ട്മെന്റിൽ നിങ്ങളുടെ സീറ്റ് തിരുവല്ല മുതൽ ഡൽഹി വരെ നിങ്ങൾക്ക് വേണ്ടി മാത്രം വേർതിരിച്ചു വെച്ചതുപോലെ തന്നെ ഈ ഭൂമിയിൽ പല പ്രതിസന്ധികൾ ഉണ്ടായിരുന്നിട്ടും കൃപയാൽ ദൈവം നിനക്ക് സാധ്യതകൾ ഒരുക്കി നിനക്ക് വേണ്ടി നിത്യതയുടെ വഴിത്താര വെട്ടിത്തുറന്ന് അത്ഭുതകരമായി ഒരു സ്ഥാനം തന്ന് ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുമ്പോൾ അനേകരുടെ കുടുംബം കെട്ടോടെ തകർന്നപ്പോഴും നിന്റെ ഭവനത്തെ പ്രതികൂലങ്ങൾക്ക് നടുവിൽ നിലനിർത്തിയ ദൈവത്തിന്റെ കരുതലോർത്തിട്ട് വിളിച്ചു പറയണം, ഞാൻ സാധാരണക്കാരനല്ല, എനിക്ക് ദൈവം പദവി തന്നു, എനിക്ക് ദൈവം സ്ഥാനം തന്നു. ഇനി മൂന്നാമത്തെ പ്രത്യേകത, ഇത് അസാധാരണമായ സുരക്ഷിതത്വം അനുഭവിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് ഇതിനൊരു ഉടമസ്ഥനുണ്ട്. കേട്ടോ, ചോദിക്കാനും പറയാനും ആളില്ലെന്ന് വിചാരിക്കരുത്. ഇതിനൊരു ഉടമസ്ഥനുണ്ട്. ഒരുത്തന് തന്നെ മുന്തിരിത്തോട്ടത്തിൽ കൊടുങ്കാറ്റ് പോലെ നിനക്കെതിരെ ഉയർന്ന ചില പ്രതികൂലങ്ങൾ ചങ്കിൽ ചാട്ടുളി പോലെ കുത്തിക്കയറാൻ വന്നപ്പോൾ അനർത്ഥങ്ങളെ ഒഴിച്ചുവിട്ട് ദൈവം നിനക്ക് നൽകി തന്ന സുരക്ഷിതത്വം നിന്റെ വിശുദ്ധിയുടെ കൂടുതൽ കൊണ്ടല്ല, എൻ്റെ ദൈവം നിന്റെ മേൽ ഉടമസ്ഥത അവകാശപ്പെട്ട് നിന്നെ സുരക്ഷിതമാക്കി നിർത്തിയത് കൊണ്ടാണ് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ വിളിച്ചു പറയണം, ഞാൻ സാധാരണക്കാരനല്ല, എനിക്കൊരു ഉടമസ്ഥനുണ്ട്, ഒരു ഉടമസ്ഥനുണ്ട്. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവ പൈതലേ, നാളെ നടത്താൻ നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ ആരാധനയ്ക്കെതിരെ, നിന്റെ ആരോഗ്യത്തിനെതിരെ, നിന്റെ ദാമ്പത്യത്തിനെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ ഇരുട്ടിന്റെ ശക്തികൾ ഒരുക്കി വെച്ച കണികളെ പ്രാർത്ഥനാ മുറിയിൽ മുറിക്കത്തക്ക വിധം ദൈവിക സുരക്ഷിതത്വം വ്യാപരിച്ചത് നിന്റെ കരുത്തുകൊണ്ടല്ല, നിന്റെ വിശുദ്ധിയുടെ കൂടുതൽ കൊണ്ടല്ല, നിന്റെ വിശ്വസ്തതയുടെ വലിപ്പം കൊണ്ടുമല്ല, അവൻ നിന്റെ മേൽ പകർന്ന ഉടമസ്ഥതാ ബോധം നിമിത്തമാണ്. പാസ്റ്റർ രാജു മേത്ര ഇവിടെ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ കൊറോണ ആധിപത്യം പുലർത്തി രക്തം വായിൽ നിന്ന് പുറത്തേക്ക് വന്ന് മരണത്തെ മുഖാമുഖം കണ്ട് ഓക്സിജൻ ലെവൽ അങ്ങേയറ്റം കുറഞ്ഞ് മരണത്തോട് അടുത്തു വന്നപ്പോഴും എന്നെ ജീവനിലേക്ക് കൈപിടിച്ചുയർത്തി ഇന്ന് രാത്രി ഈ ശുശ്രൂഷയിൽ നിർത്തിയത് എൻ്റെ കഴിവ് കൂടുതൽ കൊണ്ടല്ല, എൻ്റെ പുറകിൽ ഒരു ഉടമസ്ഥൻ ഉള്ളത് കൊണ്ടാണ്. ഇന്ന് രാത്രി ഇവിടുന്ന് ആരാധിക്കുന്ന ദൈവമക്കൾ വിളിച്ചു പറയണം, എൻ്റെ കരുത്തല്ല, എൻ്റെ ദൈവത്തിൻ്റെ ഉടമസ്ഥത എൻ്റെ മേൽ ഉള്ളത് കൊണ്ട് ആധിപത്യം ചെയ്യാൻ മരണദൂതനെ ദൈവം അനുവദിച്ചില്ല. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഒരിക്കൽ രണ്ട് സഹോദരിമാർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ സംഗമം ഉണ്ടായിരുന്നു. ആ സഭയിൽ എല്ലാ വ്യാഴാഴ്ചയും ആ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ രണ്ട് സഹോദരിമാർ ഒരുമിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഒരു സഹോദരി അല്പ മിനിറ്റുകൾ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു ദർശനം കാണുന്നു. എന്താ ദർശനമെന്നറിയാമോ? ഒരു ജീപ്പിൽ ചില കർത്തൃദാസന്മാർ ഒരു കത്തി ഒരാൾ ഊരി ഡ്രൈവറിൻ്റെ കഴുത്തിന് നേരെ വെച്ചിരിക്കുന്നു. എന്തോ അപകടം വരാൻ പോകുന്നു. നമുക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാം. ഞാനിന്ന് രാത്രി നിയോഗത്തോടെ പറയട്ടെ, ഇവിടെ ആരും നിന്റെ വിഷയത്തിൽ ഇടപെടുന്നില്ലെങ്കിലും എൻ്റെ ദൈവം നിന്റെ വിഷയത്തിൽ ഇടപെടേണ്ടതിന് വെച്ചിരിക്കുന്ന സുരക്ഷിതത്വത്തെ ദൈവത്തിൻ്റെ ദിവ്യ പദ്ധതിയിൽ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയാതിരുന്നതിൻ്റെ കാരണം ഇതിൻ്റെ പുറകിൽ നിനക്കൊരു ഉടമസ്ഥനുള്ളത് കൊണ്ടാണ്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം എന്ന പേര് ഒരിക്കലും ഉദ്ധരിക്കാത്ത പുസ്തകമാണല്ലോ എസ്തേറിൻ്റെ പുസ്തകം. എസ്തേറിൻ്റെ പുസ്തകത്തിൽ മൊർദെഖായി പറയുന്ന ശ്രദ്ധേയമായൊരു വാക്യമുണ്ട്, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന് മറ്റൊരിടത്ത് നിന്ന് രക്ഷയും ഉദ്ധാരണവും വരും, നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. അങ്ങനെയുള്ള കാലത്തിലേക്കല്ലേ നിന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത് ആർക്കറിയാം? ഞാൻ പറയട്ടെ, ഒരു രാജ്യത്തിൻ്റെ ഭരണത്തിൻ്റെ അധികാര കസേരയിൽ ഇരിക്കുന്നവൻ്റെ ഭരണചക്രത്തെ തിരിച്ചു കറക്കാൻ ആ രാത്രിയിൽ ഉറക്കം കെടുത്തിക്കൊണ്ട് ചരിത്ര ഗ്രന്ഥം വായിപ്പിക്കാൻ അവസരം നൽകിയപ്പോൾ ആ ചരിത്ര ഗ്രന്ഥം വായിക്കുന്നവൻ്റെ വിരൽ തൊട്ടു തുറന്നിടം മൊർദെഖായി ചെയ്ത നന്മയെ പറയത്തക്ക വിധത്തിൽ അവൻ്റെ ചിന്തകളെ തിരിച്ച ഒരു കരമില്ലേ? അതാണ് നാം സേവിക്കുന്ന ദൈവത്തിൻ്റെ കരം. മണിക്കൂറുകൾ കൊണ്ട് കഴുകുമരം ഒരുക്കി ഡേറ്റ് തയ്യാറാക്കിയവനെ അവൻ്റെ കഴുത്തിലേക്ക് തന്നെ ഇത് തിരിയത്തക്ക വിധം കാര്യപരിപാടി ഒരുക്കിയത് അവരുടെ കരുത്തുകൊണ്ടല്ല, ഇതിനൊരു ഉടമസ്ഥനുള്ളത് കൊണ്ടാണ്. തിരിച്ചറിയുന്ന ദൈവമക്കൾ പറയണം, എനിക്കൊരു ഉടമസ്ഥനുണ്ട്. ഞാൻ ഓർക്കുകയാണ്,
ഈ രണ്ട് സഹോദരിമാർ ആത്മാവിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റു. ശക്തമായി പ്രാർത്ഥിച്ചു. ഒരു ആത്മനിയോഗത്തിൻ്റെ പ്രാർത്ഥനയായിരുന്നു. പിറ്റേ ദിവസം വെള്ളിയാഴ്ച ആ യോഗത്തിൽ ഒരു ടീമിൻ്റെ ലീഡേഴ്സ്, ഗോസ്പൽ ടീമിൻ്റെ ലീഡേഴ്സ് എത്തി. അവരൊരു അസാധാരണ സാക്ഷ്യം തലേ ദിവസത്തെക്കുറിച്ച് പങ്കുവച്ചു. സാക്ഷ്യം ഇതായിരുന്നു: തലേ ദിവസം തൊട്ടടുത്തുള്ള ജയിൽ സുവിശേഷീകരണത്തിന് അവർ ടീമായിട്ട് പോകുവാൻ വാഹനത്തിൽ യാത്രയായി. വാഹനം ഒരു വനമേഖലയിലോട്ട് കയറി. വനമേഖലയിലേക്ക് കയറിയപ്പോൾ മുൻപിൽ തടിയും കല്ലും ഉരുട്ടിയിട്ടിരിക്കുന്നു. അത് കണ്ടുകൊണ്ട് വാഹനത്തിൽ നിന്ന് ചുമതലപ്പെട്ട ചിലർ ഇറങ്ങി മുൻപിലത്തെ തടിയും കല്ലും മാറ്റാൻ ശ്രമിച്ചപ്പോൾ പെട്ടെന്ന് വനത്തിൽ നിന്ന് ചില ആളുകൾ ആയുധങ്ങളും കയ്യിൽ പിടിച്ചുകൊണ്ട് ചാടി വണ്ടിക്കകത്ത് കയറി. എന്നിട്ട് പറഞ്ഞു, ഡ്രൈവറിൻ്റെ കഴുത്തിന് നേരെ കത്തി ഊരി വെച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ പറയുന്ന ദിശയിലേക്ക് വണ്ടി വിടണം. അപ്പോഴേക്കും വണ്ടി ഡ്രൈവർ മുൻപോട്ടെടുത്തു. സുവിശേഷകരും വാഹനത്തിൽ കയറി. വണ്ടി മുൻപോട്ട് നീങ്ങുമ്പോൾ അവർ തന്നെ പറഞ്ഞു, വിപ്ലവകാരികൾ തന്നെ പറഞ്ഞു, ഈ അക്രമികൾ തന്നെ പറഞ്ഞു, ചെക്ക് പോസ്റ്റിൻ്റെ അടുക്കലേക്കാണ് വണ്ടി പോകുന്നത്, നിശബ്ദരായിരിക്കണം, ജീവൻ വേണമെങ്കിൽ. വാഹനം മുൻപോട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പോലീസ് ചെക്ക് പോസ്റ്റിൻ്റെ മുൻപിലേക്ക് വണ്ടി അടുക്കുകയും ഒരു ഉഗ്ര ശബ്ദത്തോടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആകുകയും ചെയ്തു. ഒരുപോലെയായിരുന്നു. പോലീസുകാർ ഓടിയെത്തി വണ്ടി വളഞ്ഞു. കയ്യിൽ ആയുധവുമായി വിപ്ലവകാരികളെ കൈയോടെ പിടിച്ച് കമ്പിയഴിക്കകത്തേക്ക് തള്ളി. നടുവിൽ കിടക്കുന്ന വാഹനത്തിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥൻ കയറിയിട്ട് സ്ഥലത്ത് നിന്ന് മാറ്റിയിടുവാൻ വേണ്ടി വണ്ടി സ്റ്റാർട്ടാക്കിയതും വണ്ടി സ്റ്റാർട്ടായതും ഒരുപോലെയായിരുന്നു. ഇതിനിടയിൽ ഒരു ഉഗ്ര ശബ്ദത്തോടെ ഈ വണ്ടി ബ്രേക്ക് ഡൗൺ ആകുന്നത് പോലെ പിടിച്ചു നിർത്തിയ കരമേതാണ് എന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞ് ആ സഹോദരങ്ങൾ സാക്ഷ്യത്തിൻ്റെ സമയം പറഞ്ഞപ്പോൾ ഈ രണ്ട് സഹോദരിമാർ പറഞ്ഞു, ആ സമയം മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആത്മാവിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം ഞങ്ങൾക്ക് നിയോഗം നൽകി. ഇന്ന് രാത്രി പറയട്ടെ, നിന്റെ വിശുദ്ധിയുടെ കൂടുതൽ കൊണ്ടല്ല, നീ യാത്ര ചെയ്ത വാഹനത്തിന്, നിന്റെ തലമുറകൾ പഠിച്ച വിദ്യാഭ്യാസ മേഖലയ്ക്ക്, നിന്റെ ദാമ്പത്യ ബന്ധത്തിന്, നിന്റെ സ്ഥലം സഭയുടെ മുന്നേറ്റത്തിന് എതിരെ അടിച്ചുയർന്ന കൊടുങ്കാറ്റുകളുടെ മുൻപിൽ നിന്നെ വിട്ടുകൊടുക്കാതെ നീ അറിയാതെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആത്മാക്കളെ എഴുന്നേൽപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ മുട്ടിന്മേൽ നിർത്തിയത് നിന്റെ കരുത്തുകൊണ്ടല്ല, നിനക്കൊരു ഉടമസ്ഥനുള്ളത് കൊണ്ടാണ്. ഇന്ന് രാത്രി വിളിച്ചു പറയണം, ഈ അത്തി സാധാരണ അത്തിയല്ല, ഈ അത്തി ഉടമസ്ഥനുള്ള അത്തിയാണ്. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, ഈ അത്തിയിൽ നിന്നും ഒരു പ്രതീക്ഷ ഉടമസ്ഥനുണ്ട്. വർഷം 3 അടുക്കുന്നു. രാവിലെ വന്ന് നോക്കും, ഫലമില്ല. അടുത്ത ദിവസം വീണ്ടും വരും, ഫലമില്ല. അടുത്ത ദിവസം വീണ്ടും വന്ന് നോക്കും, ഫലമില്ല. ഓർക്കുക, ഈ അത്തിയുടെ ഉത്തരവാദിത്വം ഫലം കായ്ക്കുക എന്നതാണ്. ശ്രദ്ധിക്കൂ, അത്തിയുടെ ഉത്തരവാദിത്വം വരം കായ്ക്കുക എന്നതല്ല. അത്തിയുടെ ഉത്തരവാദിത്വം ഫലം കായ്ക്കുക എന്നുള്ളതാണ്. ഫലം എന്ന് പറയുന്നത് വൃക്ഷത്തിന് വേണ്ടിയല്ല, ഫലം മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഒരു പ്ലാവേൽ ഉണ്ടാകുന്ന ഒരു ചക്കയുടെ ഒരു ചുള പോലും പ്ലാവ് ഉപയോഗിക്കാറില്ല. ഒരു തെങ്ങിലുണ്ടാകുന്ന ഒരു തേങ്ങായുടെ ഒരു ചെറിയ ഭാഗം പോലും തെങ്ങ് ഉപയോഗിക്കാറില്ല. ഒരു മാവിലുണ്ടാകുന്ന ഒരു മാങ്ങയുടെ ഒരു ഭാഗം പോലും ആ മാവ് ഉപയോഗിക്കാറില്ല. ആ മാവിൻ്റെ ഇല ആ മാവിന് വേണ്ടിയാണ്. ആ പ്ലാവിൻ്റെ ഇല ആ പ്ലാവിന് വേണ്ടിയാണ്. ആ തെങ്ങിൻ്റെ ഓല തെങ്ങിന് വേണ്ടിയാണ്. എന്നാൽ ആ തെങ്ങിൻ്റെ വിത്ത് അടുത്ത പ്രത്യുൽപാദനത്തിന് വേണ്ടിയാണ്. സ്തോത്രം. അടുത്ത പ്രത്യുൽപാദനം. ഇതേ ശക്തിയുള്ള മറ്റൊരു ജനറേഷനെ സൃഷ്ടിപ്പാൻ, സുവിശേഷത്തിന് വേണ്ടി ശിരസ് ഉയർത്തേണ്ടതിന്, അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടി ഉള്ള ദൈവപ്രവർത്തിക്കായിട്ടാണ് ഈ വിത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അത് വൃക്ഷത്തിന് വേണ്ടിയല്ല, അത് അനന്തര തലമുറയ്ക്ക് വേണ്ടിയാണ്. പക്ഷേ ഓർക്കുക, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നല്ല വൃക്ഷത്തെയും ആകാത്ത വൃക്ഷത്തെയും കുറിച്ച് പറഞ്ഞിട്ട് കർത്താവ് പറഞ്ഞ ഒരു പ്രത്യേക ഭാഗമുണ്ട്. കർത്താവേ, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും വിവിധ വീര്യപ്രവർത്തികൾ ചെയ്തില്ലയോ എന്ന് ആ നാളിൽ പലരും എന്നോട് പറയും. ഞാൻ അവരോട്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് തീർത്തു പറയും.
നിങ്ങൾ ഓർക്കുക, ഫലം ആണോ അന്വേഷണം, വരം ആണോ അന്വേഷണം? ഫലം വെളിപ്പെടുമ്പോൾ തന്നെ വരം വെളിപ്പെടട്ടെ. എന്നാൽ നിന്നിൽ നിന്ന് അവിടുന്ന് പ്രതീക്ഷിക്കുന്നത് വരം എന്നതിനേക്കാൾ ഫലമാണ്. നിന്റെ കണ്ണുനീര് കൊണ്ട് 2021 ദിനങ്ങളിൽ ഒരാത്മാവിനെയെങ്കിലും നിന്റെ കൂട്ടായ്മയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരത്തക്ക വിധം അനന്തര ജനറേഷനിലേക്ക് നിലനിൽക്കുന്ന ഒരു ഫലം പുറപ്പെടുവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? സ്തോത്രം, സ്തോത്രം. ചിലരുടെ ആത്മീയത കിണ്ടിയുടെ വാ പോലാണ്. അങ്ങോട്ട് വിടുന്നത് വാല് പോലെയും. കിണ്ടി കണ്ടിട്ടില്ലേ? പണ്ടത്തെ കിണ്ടി വാ വലുതാണ്, വാല് ചെറുതാണ്. പ്രാപിക്കാൻ വായി തുറന്നിരിക്കുന്നു, പക്ഷേ ദൈവത്തിന് വേണ്ടി ചെയ്യാൻ ഒന്നുമില്ല. ഓർക്കുക, ഫലം പുറപ്പെടുവിക്കാതെ വരം അനുഭവിക്കാനാണ് ഭാവമെങ്കിൽ വരം അനുഭവിക്കുന്ന നിന്റെ ചുവട്ടിൽ കോടാലിക്ക് സാധ്യതയുണ്ട്. സ്തോത്രം. ഓർക്കുക, വരത്തേക്കാൾ വലുത് ഫലമാണ്. 2021 നാളുകളിൽ എന്ത് ഫലമാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത് കേട്ടോ. വരമില്ലാത്ത വൃക്ഷത്തിന്റെ ചുവട്ടിൽ കോടാലി ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ഫലമില്ലാത്ത വൃക്ഷത്തിന്റെ ചുവട്ടിൽ കോടാലി ഉറപ്പാ. ഒന്ന് സ്തോത്രം കുറവായിരുന്നു. സ്തോത്രം. വരമില്ലാത്ത വൃക്ഷത്തിന്റെ ചുവട്ടിൽ കോടാലി വരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഫലമില്ലാത്ത വൃക്ഷത്തിന്റെ ചുവട്ടിൽ കോടാലി ഉറപ്പാ. എന്താ ഇതിനെക്കുറിച്ചുള്ള പ്രതീക്ഷ? ദൈവത്തിന് സ്തോത്രം. ഉത്തരവാദിത്തം ഫലം കായ്ക്കുക. ഇനി ഇതിനൊരു ന്യൂനതയുണ്ട്. ആവർത്തിച്ചു വന്നിട്ടും ഫലമില്ല. അപ്പോൾ ഉടമസ്ഥൻ കൽപ്പിക്കുന്ന കൽപ്പന മുഴങ്ങുന്നു, വെട്ടിക്കളക. ഇതെന്തിന് നിലത്തെ നിഷ്ഫലമാക്കണം? ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, സമാധാനമായി ഇവിടെ ഇരുന്ന് ആരാധിക്കുന്നല്ലോ, ഒരു ബയോപ്സി റിപ്പോർട്ട് പോരെ നിന്റെ സമാധാനം കെടുത്താൻ? മരണം പ്രതീക്ഷിക്കാത്ത അതിഥിയെപ്പോലെ ഒരു നിഴൽ പോലെ പിന്തുടരുമ്പോൾ ഏത് സമയത്തും കോടാലി പിൻപിലുണ്ട് എന്ന വസ്തുത വിസ്മരിക്കരുത്. യൂണിയൻ കാർബൈഡ് വാതക ചോർച്ചയിൽ ഭോപ്പാലിൽ ആയിരങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു. തലേ രാത്രി അവർ ഉറങ്ങാൻ കയറിയത് ഒത്തിരി പ്രതീക്ഷയോടെയാ. രാവിലെ ഉണർന്നില്ല കേട്ടോ, ഉണർന്നില്ല. അത് അവസാനത്തെ ഉറക്കമായിരുന്നു. 94 സെപ്റ്റംബർ മഹാരാഷ്ട്രയിൽ ലത്തൂർ ജില്ലയിൽ ഭൂമി ഒന്ന് ഇരുത്തി കുലുങ്ങി. മോടെ കല്യാണം, മോന്റെ കുടുംബജീവിതം, പണിയേണ്ട വീടിന്റെ പ്ലാന് ഒക്കെ പലതും കയ്യിലുണ്ട്. പക്ഷെ പിറ്റേ ദിവസം കണ്ണ് തുറന്നില്ല, മണ്ണിനടിയിലായിരുന്നു. 2019 ആദ്യ മാസങ്ങളിൽ മനുഷ്യ ജീവിതത്തെ ഒന്ന് വിലയിരുത്തണം. 2021 ഡിസംബർ മാസത്തിൽ നിങ്ങൾ മനുഷ്യ സമുദായത്തെ ഒന്ന് കാണണം. എത്ര ആയിരങ്ങൾ മണ്ണിലേക്ക് പോയി. സ്തോത്രം. ദാ വന്നു, ദേ പോയി എന്നതുപോലെ ആയില്ലേ പലരുടെയും ജീവിതം. ആരോഗ്യത്തോടെ ദൈവം നിന്നെ കൊണ്ടുവന്നത് നിന്റെ കരുത്തുകൊണ്ടല്ല, ദൈവത്തിന്റെ കൃപ കൊണ്ടാണ്. പലരുടെയും ജീവിതത്തിൽ കോടാലി ആഞ്ഞു പതിച്ചപ്പോഴും ദൈവം നിന്നെ നിർത്തിയത് നിന്റെ കരുത്തുകൊണ്ടല്ലെന്ന് തിരിച്ചറിയുമ്പോൾ ഈ വാക്യം ശ്രദ്ധിക്കണം. ഞാൻ കിളച്ചു വളമിടട്ടെ ഒരാണ്ടുകൂടെ. ഞാൻ ഒരിക്കൽ ഒരു യോഗത്തിന് പോകാൻ എൻ്റെ ചെറുപ്പത്തിൽ കുടുംബാംഗങ്ങളോടൊത്ത് പ്രാർത്ഥനാ യോഗത്തിന് പോകുകയാണ്. യോഗം നടക്കുന്ന വീട് ഒരു 3-4 സ്റ്റെപ്പുകൾ ഏറ്റവും മുകളിലുള്ളൊരു ഭാഗമാണ്. അവിടേക്ക് താമസിച്ചാണ് ഞാൻ ചെല്ലുന്നത്. ഞാൻ അറിയാതെ ആ വീടിൻ്റെ ഒരു ഭാഗത്തേക്ക് ചെന്ന് സ്റ്റെപ്പ് കയറുന്നതിനിടയിൽ ഒരു വശമൊന്ന് തിരിഞ്ഞ് അറിയാതെ കൽക്കെട്ടിലേക്ക് കാല് വെച്ച് അടുത്ത കൽക്കെട്ടാണ് സ്റ്റെപ്പെന്ന് വിചാരിച്ച് അടുത്തത് കാലുവെക്കാൻ ഇരുട്ടത്ത് തുടങ്ങുമ്പോൾ ആരോ എന്നെ പിടിച്ചു മാറ്റിയതുപോലെ മുകളിൽ നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു, പോകരുതേ, അത് കിണറാണ് എന്ന്. സ്തോത്രം. എനിക്കറിയാം അടുത്ത ദിവസങ്ങളിൽ വെള്ളത്തിൻ്റെ ക്രമീകരണത്തിന് കരിങ്കല്ല് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന മീറ്ററുകളോളം താഴ്ചയുള്ള ആ കിണറിനകത്തേക്ക് ഇരുട്ടിൽ തപ്പിപ്പിടഞ്ഞ് കൽക്കെട്ടിൽ
അതിൻ്റെ കിണറിൻ്റെ ചുറ്റുകെട്ടിൽ കാല് വെച്ച് സ്റ്റെപ്പെന്ന് വെച്ച് അടുത്ത കാൽ ഇരുട്ടിൽ കുഴിക്കകത്തോട്ട് വെക്കാൻ ശ്രമിക്കുമ്പോൾ എന്നെ പിടിച്ചു മാറ്റിയ കരം സാധാരണ കരമല്ല. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ മധ്യത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, മരണം മുഖത്തോട് മുഖം വന്നപ്പോൾ ജീവനും മരണത്തിനും ഇടയിലുള്ള വെല്ലുവിളിക്ക് നടുവിൽ ആ ഞാണിന്മേൽ കളിക്ക് മുൻപിൽ എൻ്റെ ദൈവം നിന്നെ പിടിച്ചു മാറ്റിയത് നിന്റെ കരുത്തുകൊണ്ടല്ല, എൻ്റെ ദൈവം നിനക്ക് കിളച്ചു വളമിട്ടതാണ് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ വിളിച്ചു പറയണം, എൻ്റെ കരുത്തല്ല, പിന്നിട്ട് 2021 എത്രയോ വട്ടം എന്നെ കിളച്ചു വളമിട്ടിരിക്കുന്നു. ആ കിഡ്നി ഡയാലിസിസ് ആരംഭിച്ചില്ലേ? ഇന്നും ചെയ്തുകൊണ്ടിരുന്നിട്ടും മരണദൂതൻ നിന്റെ മുഖം മൂടാൻ അനുവദിക്കാഞ്ഞത്. ആ ക്യാൻസറിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ പ്രത്യക്ഷപ്പെട്ടില്ലേ? അത് ശക്തമായിട്ട് സകല ശുശ്രൂഷകളും അവസാനിച്ച് നിന്റെ മുഖം മൂടാൻ അനുവദിക്കാഞ്ഞത്. ആ വാഹനയാത്രയിൽ എതിരെ വന്ന വാഹനം തട്ടി ഉടഞ്ഞപ്പോൾ നിന്റെ ശരീരം തകർന്നുടയാഞ്ഞത്. ഓ, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ആ വീട് ക്രമീകരിക്കാൻ സ്റ്റെപ്പിട്ട് കയറിയപ്പോൾ കാല് സ്ലിപ്പ് ചെയ്ത് വീണപ്പോൾ ഒരസ്ഥാനത്ത് കൊണ്ട് നീ ഒരു വിറക് കഷണം പോലെ എന്നേക്കും കട്ടിൽ കിടക്കാൻ അനുവദിക്കാഞ്ഞത് അത് നിന്റെ കരുത്തല്ല. എൻ്റെ ദൈവം നിനക്ക് കിളച്ചു വളമിട്ടതാണ്. എൻ്റെ ദൈവം നിനക്ക് കിളച്ചു വളമിട്ടതാണ്. ഓ ചിരാതൽ ഘടകരൗദരാധികനയാരഗാനക. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ആത്മാവിൽ ആരാധിക്കുന്ന വ്യക്തികളെ ചൂണ്ടി പരിശുദ്ധാത്മാവിന്ന് രാത്രി പ്രവചന നിയോഗം പോലെ ആത്മമണ്ഡലത്തിൽ വിളിച്ചു പറയട്ടെ, ഹാർട്ടിന്റെ ബ്ലോക്കുകൾ ചിലത് നിന്റെ ഹൃദയ ധമനികളെ മരവിപ്പിക്കത്തക്ക വിധത്തിൽ 99% ഡോക്ടേഴ്സ് വിധി എഴുതിയിട്ടും ഇന്നും നീ ആയുസോടെ ഈ രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്നത് നിന്റെ കരുത്തല്ല, സർവശക്തന്റെ കരം നിനക്ക് വേണ്ടി കിളച്ചു വളമിട്ടതാണ്. നിന്റെ ഹാർട്ടിലെ ചില ആർട്ടറികൾ പൂർണ്ണമായി ബ്ലോക്കായി പോയിട്ടും ചില കാപ്പിലറി ആർട്ടറികൾ വശത്തുനിന്ന് വളർന്നു വന്ന് നിന്റെ ഹൃദയ ധമനികൾക്ക് ആരോഗ്യകരമായി രക്തം പമ്പ് ചെയ്യാൻ അനുവദിച്ചത് നിന്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ ദൈവം നിനക്ക് കിളച്ചു വളമിട്ടതാണ്. ഷുഗർ ബലഹീനത ആരംഭിച്ചിട്ട് 10 പതിറ്റാണ്ട് കഴിഞ്ഞു. ക്രിയാറ്റിൻ ലെവൽ ഉയർന്നു നിന്നിട്ടും കിഡ്നിയെ പിടിച്ചടക്കാൻ അനുവദിക്കാതെയും ഡയാലിസിസ് തുടങ്ങാൻ സമ്മതിക്കാതെയും നിന്റെ ജീവനെ സൂക്ഷിക്കുന്നത് നിന്റെ കരുത്തുകൊണ്ടല്ല, എൻ്റെ ദൈവം നിനക്ക് കിളച്ചു വളമിട്ടതാണ് എന്ന ബോധ്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി വിളിച്ചു പറയണം, കർത്താവേ നീ എനിക്ക് കിളച്ചു വളമിട്ടു, നീ എനിക്ക് കിളച്ചു വളമിട്ടു. 2021 തീരാൻ തുടങ്ങുന്നു, കിളച്ച് വളമിട്ടു. പക്ഷേ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു ഭാഗമുണ്ട്. ഒരാണ്ടുകൂടെ നിൽക്കട്ടെ. എന്നെ ഭയപ്പെടുത്തുന്ന ഒരു ജഡ്ജിയുടെ വിധി പ്രസ്താവന പോലെ മുഴങ്ങുന്ന ശബ്ദം. ക്ലോക്ക് ചലിക്കുന്നു, കലണ്ടർ നീങ്ങുന്നു. 3 വർഷം കഴിഞ്ഞു, വിധി പുറപ്പെടുവിക്കപ്പെട്ടു. ചില പ്രത്യേക മാരക രോഗങ്ങളിൽ ഡോക്ടേഴ്സ് പറയാറില്ലേ, ഇനി ഇവിടെ കിടന്ന് ചികിത്സിച്ചിട്ട് കാര്യമില്ല, 6 മാസം വീട്ടിൽ കൊണ്ടുപോയി നോക്കൂ. നീട്ടിക്കിട്ടിയ കാലാവധിക്ക് 1 വർഷം കൂടെ ഉണ്ടായിരുന്നു. ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ആ 1 വർഷം തിരശീല വീഴും. ചോദ്യം, ഫലം കായ്ച്ചോ? ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ, ശബ്ദം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. എല്ലാ നാവുകളിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ഈ രാത്രി യോഗത്തിൽ ഈ വർഷത്തിൻ്റെ അവസാനത്തേക്ക് ജീവിതം അടുക്കുമ്പോൾ ദൈവാത്മാവ് ചോദിക്കുന്നു, ഫലം കായ്ച്ചോ? ഫലം കായ്ച്ചോ? ഫലം കായ്ച്ചോ? നിങ്ങൾ ഓർക്കണം, ഈ സന്ദേശം മുഴങ്ങി 3 പതിറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ റോമൻ ആധിപത്യം കൊടുങ്കാറ്റ് പോലെ അടുത്തു. 13,56,000 അരിഞ്ഞു വീഴ്ത്തി. കുതിരയുടെ കടിവാളങ്ങളോളം ചോരപ്പുഴ ഒഴുകി. സ്തോത്രം. പാലും തേനും ഒഴുകുന്ന മണ്ണ്. ശ്രദ്ധിച്ചേ, എന്താ പാലും തേനും ഒഴുകുന്നത്? ലിറ്ററലായിരുന്നു. സ്തോത്രം. അവിടുത്തെ പശുക്കൾ അത്യുൽപാദന ശേഷിയുള്ളതായതുകൊണ്ട് അത് കിടക്കുമ്പോൾ അകിട് ഞങ്ങി തന്നെ പാലൊഴുകിയ സ്ഥലമാണ് പലസ്തീൻ നാട്. അവിടുത്തെ പാറവിള്ളലുകൾ സാധാരണയേക്കാൾ കൂടുതൽ തേൻകൂടുള്ളത് കൊണ്ട് ചൂട് കൂടുമ്പോൾ തേൻകൂട് പൊട്ടി തേൻ ഒലിച്ചിറങ്ങിയ മണ്ണാണ് പലസ്തീൻ നാട്. പാലും തേനും ഒഴുകിയ മണ്ണിൽ 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒഴുകിയത് ചോരയും കണ്ണുനീരുമാണ്. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവ് പറയുന്ന ഈ മുന്നറിയിപ്പിന് മുൻപിൽ നിങ്ങൾ ശാന്തമായി എഴുന്നേറ്റാട്ടെ.
നിങ്ങൾ ശാന്തമായി ദൈവമുഖത്തേക്ക് നോക്കി 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, കർത്താവേ, ഞാൻ ഫലം കായ്ക്കാതെ പോന്നു, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പലതും ഫലം കായ്ക്കാതെ പോന്നു, ക്ഷമിക്കണമേ എന്ന് ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പറയാമോ? വായി തുറക്കട്ടെ, വായി തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന് സ്തോത്രം. കേട്ടോ, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി തലയിൽ കൈവയ്ക്കുന്നില്ലെങ്കിലും പ്രവചനാലോചന പോലെ പറയുന്നു, ചില അനർത്ഥകരമായ പ്രതിസന്ധികൾ ജീവിതത്തിന് മുൻപിൽ വരാൻ തുടങ്ങുന്നത് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് കർത്താവ് പറയുന്നു, മാനസാന്തരത്തിന് ദൈവം കരുണയുടെ കാലം അനുവദിച്ചിരിക്കുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങൾ കേൾക്കുന്ന ദൈവശബ്ദം പുറങ്കാൽ കൊണ്ട് ഈ പ്രമാണം ചവിട്ടിയെറിഞ്ഞതിന് ശേഷമാണ് ഈ രാത്രി മീറ്റിംഗ് കഴിഞ്ഞ് പോകാമെന്ന് വിചാരിച്ചാൽ അത് അപകടമാണ്. ഈ രാത്രിയെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറ, കർത്താവേ, അനേകർ മണ്ണിലേക്ക് മടക്കയാത്ര നടത്തിയപ്പോൾ എനിക്ക് നീ ആയുസ് തന്നത് മാനസാന്തരത്തിന് അവിടുന്ന് എനിക്ക് അനുവദിച്ച കരുണയുടെ കാലമാണ്. ഞാനത് വിവേചിക്കുന്നു എന്ന് പറയുന്ന ദൈവമക്കൾ ആ ശബ്ദം ഉയർത്തി, ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, ആ നിൽക്കുന്ന നിൽപ്പിൽ, ഇരിക്കുന്ന ഇരിപ്പിലാണെങ്കിൽ നിങ്ങൾ ലൈവിൽ ഇരിക്കുന്നെങ്കിൽ എന്ന് എഴുന്നേറ്റ് നിന്ന കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങളുടെ ശബ്ദം മുഴങ്ങത്തക്ക വിധം ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട് വാ തുറന്ന് പറഞ്ഞാട്ടെ, മരണദൂതൻ എൻ്റെ അടുക്കലെത്തിയതാണ്, അത് നിഴൽ പോലെ കടന്നു വന്നതാണ്. എൻ്റെ കൊച്ചായുസ് ചുട്ടുപഴുത്ത ഒരു ഇരുമ്പ് ദണ്ണിലേക്ക് വീഴുന്ന ഒരു തുള്ളി വെള്ളം പെട്ടെന്ന് തീരുന്നത് പോലെ പെട്ടെന്ന് തീരത്തക്ക വിധം സാധ്യതകൾ ഒരുക്കിയതാണ്. എന്നാൽ അവിടെ എല്ലാം എന്നെ തട്ടി മാറ്റിയത് എൻ്റെ കരുത്ത് കൊണ്ടല്ല, നീ എനിക്ക് കിളച്ചു വളമിട്ടത് കൊണ്ടാപ്പാ, നീ എനിക്ക് കിളച്ചു വളമിട്ടത് കൊണ്ടാ. പക്ഷേ ഞാൻ ഇല വലിപ്പപ്പെടുത്തിയതല്ലാതെ ഫലം പുറപ്പെടുവിച്ചിട്ടില്ല. കോടാലി വരുന്നതിന് മുൻപ് ഇന്ന് രാത്രി എന്നെ ഞാൻ സമർപ്പിക്കുകയാണ് ഫലം പുറപ്പെടുവിക്കാൻ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. കേട്ടോ, ഒരു മിനിറ്റ് കണ്ണു തുറക്കണേ. വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ തകർച്ച നിങ്ങൾക്കറിയാം. തകർച്ചയ്ക്ക് മുൻപ് ഞാൻ അവിടെ പോയിട്ടുണ്ട്, തകർച്ച കഴിഞ്ഞ് ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഒരു സുഹൃത്ത് പറഞ്ഞ കാര്യം ഓർക്കുന്നു. അന്ന് രാവിലെ സമയം ഒത്തിരി പ്രതീക്ഷയോടെ ഒരു പ്രാർത്ഥന കഴിഞ്ഞ് പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഓടി റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. ട്രെയിനിൽ കയറാൻ വേണ്ടി ആഗ്രഹിച്ചു. പക്ഷെ ഞാൻ ചെന്നപ്പോഴേക്കും ട്രെയിൻ വിട്ടുപോയി. ഒത്തിരി നിരാശപ്പെട്ടു. കാരണം എനിക്ക് അന്ന് കിട്ടാവുന്ന സാധ്യത വലുതായിരുന്നു. എന്നാൽ ഞാൻ അടുത്ത ട്രെയിനിന് കയറി. അവിടെ എത്തിയപ്പോൾ ആ മേഖല മുഴുവൻ പോലീസ് നിയന്ത്രിച്ച് നിർത്തിയിരിക്കുന്നു. ചോദിച്ചപ്പോൾ പറഞ്ഞു, വലിയൊരു അനർത്ഥമുണ്ടായി, കൂട്ടമരണം സംഭവിച്ചു, പോലീസ് ആ ഭാഗം മുഴുവൻ നിയന്ത്രിച്ചിരിക്കുന്നു. അപ്പോൾ പറഞ്ഞു, ദൈവമേ, എനിക്ക് ആ വാഹനം കിട്ടാഞ്ഞതുകൊണ്ട് സ്തോത്രം. ഞാൻ ഇന്ന് രാത്രി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ കൂടപ്പുറപ്പേ, പ്രതീക്ഷിച്ച ചില കവാടങ്ങൾ നിന്റെ മുൻപിൽ അടഞ്ഞതും നിന്റെ മനസ്സിൽ ഉയർന്ന ചില മോഹങ്ങൾ മോഹഭംഗമായി മാറിയതും എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് പറയണം, എനിക്ക് കിട്ടാഞ്ഞതുപോലും എൻ്റെ ദൈവം എനിക്ക് കിളച്ചു വളമിട്ടതാ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാ. ഇന്ന് രാത്രി ദൈവ സാന്നിധ്യം നിങ്ങളുടെ മീതെ വ്യാപരിക്കുന്ന രാത്രി. പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടാൻ തുടങ്ങുന്നു. ദൈവാത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയട്ടെ, ഈ പുൾപിറ്റിന് മുൻപിൽ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, എനിക്ക് മാനസാന്തരത്തിന് ദൈവം അനുവദിച്ച സമയമാണിത്, എന്നെ ഞാൻ തരുന്നു കർത്താവേ, എനിക്ക് ഫലം കായ്ക്കണം. ഇന്ന് രാത്രിയിലത്തെ ആത്മീയ സന്ദേശം എനിക്കുള്ള ദൈവാലോചനയായിരുന്നു. എന്നെ ഞാൻ കർത്താവിൻ്റെ മുൻപിൽ സമർപ്പിക്കുന്നു. എനിക്ക് പ്രാർത്ഥന വേണം. ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളെ വലതുകരം ഉയർത്തിപ്പിടിക്കുക. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ നസറേയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നുവെന്ന് അരുളി ചെയ്തവൻ്റെ നാമത്തിൽ ഈ ഉയർന്നു നിൽക്കുന്ന കരങ്ങളുടെ മേൽ തേജസ്സിൻ്റെ ദ്രവത്വമില്ലാത്ത കരം ഇന്ന് രാത്രി ഇറങ്ങിപ്പിടിക്കട്ടെ. കരുണയുടെ കാലങ്ങളെ ഞങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നത് ഈ വർഷത്തിൻ്റെ ദിവസങ്ങൾ തീരും മുൻപ് തിരിച്ചറിഞ്ഞുകൊണ്ട് ഫലം കായ്പാൻ ഒരുങ്ങേണ്ടതിന് ഈ സദസ്സിനെ നിങ്ങൾ കൈമാറുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ കരമൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. എല്ലാവർക്കും കർത്തൃസന്നിരിക്കുക. ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം വെറുതെ പുറകിൽ തള്ളിക്കളയരുത്. സ്വയം ചോദിക്കുക, എൻ്റെ ദൈവം അനേകർക്ക് മരണം വിതച്ച സംഭവങ്ങൾക്ക് നടുവിൽ ഈ സമയം അനുവദിച്ചു തന്നത് കരുണയുടെ കാലങ്ങളെ ദൈവം എനിക്ക് അനുവദിച്ചതാണ്. അതുകൊണ്ട് മാനസാന്തരപ്പെടാൻ എൻ്റെ ദൈവം എനിക്ക് അവസരം തന്നിരിക്കുന്നു. ഫലം കായ്ക്കാൻ ഒരുങ്ങാം. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ.